നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. വീണ, നമുക്ക് എന്തായാലും തലക്കെട്ടുകൾ ആദ്യം നോക്കാം അല്ലേ? പ്രധാന വാർത്തകളിലേക്ക്. EP ജയരാജന്റെ ആത്മകഥാ ബോംബിൽ ആടിയുലഞ്ഞ് CPM. പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക. അനുഭവ കഥകൾ ജയരാജന്റേതെന്ന് ഉറപ്പിച്ച നേതാക്കൾ. EP-യോട് വിശദീകരണം തേടാൻ CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. എങ്ങുമെത്താതെ മണ്ഡലകാല തീർത്ഥാടന ഒരുക്കങ്ങൾ. എരുമേലിയിൽ ഭക്തരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതം. വില ഏകീകരണ നീക്കം അട്ടിമറിച്ചു. ശബരിമല നട നാളെ തുറക്കും. മുനമ്പം സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. കുടിയിറക്ക ഭീഷണി നേരിടുന്ന വീടുകളിൽ മന്ത്രി നേരിട്ടെത്തും. BMS സംസ്ഥാന കാര്യാലയത്തിലെത്തി നേതാക്കളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ നിറഞ്ഞ് ദേവരഥങ്ങൾ. ദേവരഥ സംഗമം നാളെ. ആചാരലംഘനം നടത്തിയ VK ശ്രീകണ്ഠൻ MPക്കെതിരെ കടുത്ത പ്രതിഷേധം. ക്യാബിനറ്റ് വിപുലീകരിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർക്കോ റൂബിയോ വിദേശകാര്യ സെക്രട്ടറി. മാറ്റ് ഗേറ്റ്സ് പുതിയ അറ്റോർണി ജനറൽ. തുൾസി ഗബ്ബാൾഡ് നാഷണൽ ഇന്റലിജൻസ് മേധാവിയാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. സെഞ്ചുറിയനിലെ ആവേശപ്പോരിൽ 11 റൺസിന്റെ വിജയം. തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി. രോഹിണി, അതുപോലെ നമ്മുടെ പ്രേക്ഷകരെല്ലാം നമുക്ക് മുൻപേ ഹാജർ വെച്ചിട്ടുണ്ട്. അതെ, ഹരിനാരായണൻ, മുരളീധരൻ, പ്രകാശൻ വേലിക്കുട്ടി, നന്ദനാർ, അങ്ങനെ എല്ലാവരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രകാശൻ വേലിക്കുട്ടി. അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്കും 2 മണിക്ക് ഞാൻ ന്യൂസ് വായിക്കുന്ന സമയത്തും കമൻറ്റ് ബോക്സിൽ വളരെ സജീവമായിരിക്കുന്ന പ്രേക്ഷകരെല്ലാം നമ്മളെങ്ങനെ വിട്ടുപോകത്തില്ല. ഞങ്ങൾ വായിക്കാറുണ്ട്, പക്ഷെ അത് ഓണെയറിൽ വായിക്കാനുള്ള സമയം പലപ്പോഴും കിട്ടാതെ പോകുന്നു. നിങ്ങൾക്കും അറിയാം എത്രത്തോളം വാർത്തകളാണ് ഇങ്ങനെ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഏതായാലും നമ്മൾ ആദ്യം നമ്മുടെ ജനം TV ക്യാമ്പയിനായ ശബരിമല വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നാളെ മണ്ഡലകാലത്തിന്റെ നട തുറക്കുക പറഞ്ഞതെല്ലാം സജ്ജമാണ് എന്നാണ്. എല്ലാ തീർത്ഥാടകരും ഇങ്ങ് പോകുന്നുള്ളൂ എന്നാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തായാലും അതെ, കഠിനമെന്റെ അയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിന് ആരംഭമാകവേ എരുമേലിയിൽ തയ്യാറെടുപ്പുകൾ ആകെ പാളിയിരിക്കുകയാണ്. എരുമേലിയിൽ 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. ഇന്നലെ നമ്മൾ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. ഈ വില ഏകീകരണം കർശനമാക്കുന്നതിനാൽ ലേലം എടുക്കാതെ കരാറുകാർ നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന ലേലത്തിലും തീരുമാനമായില്ലെങ്കിൽ അയ്യപ്പന്മാർ ദുരിതത്തിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പേട്ടതുള്ളൽ വസ്തുക്കളുടെ വില ഏകീകരിക്കാനുള്ള നീക്കവും അട്ടിമറിച്ചു എന്നാണ് അറിയുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഈ വിഷയം, ഈ ലേലം പോകാതിരിക്കുന്ന, ഈ ശൗചാലയങ്ങളുടെ ലേലം പോകാതിരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും അനാസ്ഥ തുടരുന്നു എന്നുള്ളതാണ്. അത് എരുമേലി മുതൽ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് സന്നിധാനം വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോ റിപ്പോർട്ടുകളായി. ഇതിപ്പോൾ ഇന്ന് നടക്കുന്ന ലേലം, അത് നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ലേലത്തിൽ പോകാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളം ഉണ്ട്? ഈ വില ഏകീകരണം സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ? നമസ്തേ വീണ, രോഹിണി. എന്താണ് ഈ അധികൃതർ ഇങ്ങനെ അയ്യപ്പ ഭക്തന്മാരോട് കാണിച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് വലിയ ആശങ്കയോടുകൂടി തന്നെ പറയാൻ കഴിയും. കാരണം നാളെ മണ്ഡലകാലം ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ പരാതികളുടെ പ്രവാഹമാണ്, പ്രളയമാണ്. അതുപോലെ തന്നെ വീഴ്ചകളുടെയും അതുപോലെ തന്നെ ഈ ഒരുക്കങ്ങളുടെയും എല്ലാം ഒരു അപര്യാപ്ത കുറവ് എല്ലാം
പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണ്ഡലകാല തീർത്ഥാടന കാലത്തിലേക്ക്, ഈ പുണ്യദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വലിയ ദുരിതക്കയം തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന സംഗതികൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെയാണ് ശബരിമലയിലെ ഏറ്റവും വലിയ ഇടത്താവളം, ശബരിമലയുടെ ഒരു കവാടം എന്ന് തന്നെ പറയാവുന്ന ക്ഷേത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടേക്ക് എത്താതെ ശബരിമലയിലേക്ക് പോകുക എന്നുള്ളത് ഒരു അസാധ്യമാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ആചാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആബാലവൃദ്ധം അയ്യപ്പ ഭക്തന്മാർ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഒരുക്കങ്ങളുടെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരം എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്തയാണ്. അത് ഏതാണ്ട് ഇവിടുത്തെ 250ഓളം ശൗചാലയങ്ങളുടെ ലേലം ഈ നിമിഷം വരെ ആരും കൈപ്പറ്റിയിട്ടില്ല, ആർക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസങ്ങൾക്ക് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ ഇതിൻ്റെ ലേലമെടുക്കുകയും അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളടക്കം പുനരാവിഷ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പുനരുദ്ധീകരിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ട ഇടത്ത് ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പല അയ്യപ്പന്മാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദൂരത്ത് നിന്നുള്ള അയ്യപ്പന്മാരെല്ലാം ഈ നാളെ നട തുറക്കുമ്പോൾ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി എത്തിയ അയ്യപ്പന്മാരാണ് ഇവർ. അത്തരത്തിൽ അയ്യപ്പന്മാരെല്ലാം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒഴുകിയെത്തുകയും ഇവിടെ സജീവമാവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ 250ലധികം ഇത്തരത്തിലുള്ള ശൗചാലയങ്ങൾ ലേലം പോവാത്ത, വെറുതെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതോടകം തന്നെ 5 തവണ ലേലം കഴിഞ്ഞു, 3 തവണ ഓൺലൈനായും 2 തവണ നേരിട്ടും ആണ് ഇത്തരത്തിൽ ലേലം വിളിച്ചിരുന്നത്. പക്ഷേ ഈ ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ലേലം എടുക്കാതെ പിന്മാറുന്ന അവസ്ഥയാണ് കരാറുകാർ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വില ഏകീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇത്തവണ വലിയ രീതിയിൽ വില ഏകീകരിക്കണമെന്നുള്ള ആവശ്യം ഹൈന്ദവ സംഘടനകൾ ശക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ എരുമേലിയിലെ ഈ പകൽ കൊള്ള, അയ്യപ്പ ഭക്തന്മാരെ കൊള്ളയടിക്കുന്ന ഈ നിലപാട് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീത് ഹൈന്ദവ സംഘടന നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ വർഷങ്ങളായി അയ്യപ്പന്മാരെ പിഴിഞ്ഞിരുന്ന ഈ സംഗതി ഇത്തവണ നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുമെന്ന്, അതും കൊള്ള ലാഭത്തിൽ നിന്ന് ചെറിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുമെന്ന ഭയന്നിട്ടോ അല്ലെങ്കിൽ അതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വില ഏകീകരണം നടപ്പാക്കാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്നും സംശയിക്കാവുന്ന തരത്തിൽ കരാറുകാർ അത്തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 250ഓളം ശൗചാലയങ്ങൾ ലേലം പോകാതെ ഇരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും വെള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. ഇനി എന്തായാലും തുടക്ക ദിവസങ്ങളിൽ ഈ എരുമേലിയുടെ പ്രദേശങ്ങളാകെ ഇത്തരത്തിൽ അയ്യപ്പന്മാരെ നിറയുമ്പോൾ അവർക്ക് വേണ്ട പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഇനി നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മണ്ഡലകാലം ആരംഭിക്കാൻ. ഒരു വലിയ തീർത്ഥാടന കാലത്തിന് മുൻപ് സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ശൗചാലയങ്ങളുടെ ലേലം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്ന് ഒരു പുതിയ ലേല ദിവസം കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ഒരു കൊള്ള ലാഭത്തിൽ നിന്ന് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം കൊയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കരാറുകാർ അടക്കം ഒരുമിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിന് ദേവസ്വം ബോർഡ് കുടപിടിക്കുന്ന ഒരു നിലപാട്, ഇത് തന്നെയല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ശബരിമലയിലും അതുപോലെ തന്നെ എരുമേലിയിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അധികൃതർ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പറയുന്നു ഈ വില ഏകീകരിക്കാൻ ശ്രമം നടത്തുമ്പോൾ ഇത്തരത്തിൽ സമ്മർദ്ദവുമായി വ്യാപാരികളും എരുമേലി ജമാഅത്തും അതുപോലെ തന്നെ ഇത്തരത്തിൽ കരാറുകാരുമെല്ലാം രംഗത്തെത്തുകയാണ്. സർക്കാരിന് എന്ത് ചെയ്യാൻ ഒക്കും എന്നുള്ള രീതിയിൽ കൈമലർത്തുകയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്, അധികൃതർ ചെയ്യുന്നത്. പക്ഷേ ഒന്നോർക്കണം, വർഷാവർഷങ്ങളായി ഈ കൊള്ളയ്ക്ക് പിടിച്ചവരാണ് ഈ അധികൃതർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അസന്ദിഗ്ധമായിട്ടുള്ളൊരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഇന്ന് 5 മണിക്കാണ് ലേലം നടക്കുന്നത് എന്നാണ് അറിയുന്നത്. അവസാന ലേല
ലേലമാണ്. ഇത് നടന്നില്ലെങ്കിൽ, ഇന്ന് ആരും കരാർ എടുത്തില്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടി വരും. അത് ദേവസ്വം ബോർഡോ മറ്റ് അധികൃതരോ സർക്കാരിൻ്റെ മറ്റ് അധികൃതരോ ഇത് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടി വരും. അതിനും വലിയ രീതിയിലുള്ള പരിമിതികൾ സർക്കാരിന് മുമ്പിലുണ്ട്. നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ എരുമേലിയിലെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രതിനിധിയാണ് മനോജ്. മനോജ്, നമുക്ക് അയ്യപ്പന്മാരെത്തി തുടങ്ങി. നമ്മളെല്ലാം അയ്യപ്പന്മാരെ ആതിഥ്യമരുളേണ്ട ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നാണ് വളരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. എന്താണ് ഇത്തവണ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് എരുമേലിയിൽ? ഇവിടെ ഇത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ശബരിമല ഭക്തന്മാർ വരാൻ തുടങ്ങി. പക്ഷേ ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ ശൗചാലയങ്ങൾ ഇതുവരെ ലേലം പോയിട്ടില്ല. ഈ ലേലം പോകാത്തതിൻ്റെ കാരണം 5 രൂപ എന്നുള്ളത് നിജപ്പെടുത്തിക്കൊണ്ട് അത് കർശനമാക്കുവാനും വേണ്ടി ഹൈന്ദവ സംഘടനകൾ അതിനുവേണ്ടി പരാതി കൊടുക്കുകയും അത് തീരുമാനമായപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയ ലാഭം ഈ വർഷം കിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഈ 5 തന്നെയായിരുന്നു ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്ന ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുക. ആ തുകയ്ക്ക് അന്ന് അവർക്ക് പിടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പം കർശനമായതുകൊണ്ട് ഒരു ലാഭം, അതിൻ്റെ അമിത ലാഭം പ്രതീക്ഷിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഈ തുക കുറയ്ക്കണം എന്നോ. പക്ഷേ ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു കാരണത്താൽ നമ്മൾ ഇവിടെ നടക്കുന്ന കൊള്ളയ്ക്കെതിരെ ചൂഷണത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള അധികൃതർ നടപ്പിലാക്കുന്നില്ല. ഇവിടെ നമ്മുടെ ശരക്കോലിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ശരക്കോല് കച്ചവടമായിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വില നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ വ്യാപാരികൾ അറിഞ്ഞില്ല. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല. പത്രമാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ നോക്കി, ഇന്നലത്തെ മിനിഞ്ഞാത്തൊക്കെ നോക്കി, പക്ഷെ കാണുന്നില്ല. പക്ഷേ ഇത് പ്രഖ്യാപിച്ചത് പറയുന്നുമുണ്ട്, പക്ഷേ ജനങ്ങൾ അറിയുന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഇത് കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നത്. ഇത് ഒക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. ഇതൊക്കെ ദേവസ്വം ബോർഡിന് ഈ ലേലങ്ങളൊക്കെ കുറേ കൂടെ മുന്നോട്ട് വെക്കാമായിരുന്നു. നമ്മളിത് ഇന്നലെ പറയാൻ തുടങ്ങിയതല്ല. അപ്പം ഈ പ്രാവശ്യം നമ്മൾ കർശനമായിട്ട് ഇതിൻ്റെ അകത്ത് മുഖത്ത് നിൽക്കും എന്ന് തന്നെ ഇവർക്കറിയായിരുന്നു. അപ്പം ഇത് അയ്യഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി ഉള്ളൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുള്ളൂ. രണ്ടാമത് ഇത് ഇന്ന് പോലും ലേലം പോയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുവാണെങ്കിൽ നാളെ രാവിലെ എങ്കിലും ദേവസ്വം ബോർഡ് തന്നെ ഇത് നേരിട്ട് നടത്താനുള്ളൊരു വ്യവസ്ഥ ചെയ്യണം. ആ വ്യവസ്ഥ ഇതുവരെ ആയിട്ടില്ല. അതുപോലെ തന്നെ അയ്യഭക്തന്മാർ വന്നാൽ പിന്നെ വിശ്രമിക്കാനുള്ള സ്ഥലം അത് റെഡിയായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്രാവശ്യം ഈ വില നിയന്ത്രണം കാരണം എരുമേലിയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ താറുമാറായി എന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഈ നടക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രത്തോളം ശുചിമുറികൾ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും, ഈ ഒരു നിമിഷം സജ്ജമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്? ഇത് ഈ ശുചിമുറികളൊക്കെ കഴിഞ്ഞ വർഷം ലേലം പിടിച്ചവരുടെ നിന്നും അവർ സാധനങ്ങളാണ് ഇരിക്കുന്നത് മൊത്തം. അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ആ നിമിഷം ഇത് അഴിച്ചുകൊണ്ട് പോകും. അഴിച്ചുകൊണ്ട് പോയാൽ ഇത് പിടിപ്പിച്ചു വരണമെങ്കിൽ, പുതിയ ആളെടുത്ത് ഇത് പിടിപ്പിച്ചു വരണമെങ്കിൽ എങ്ങനെ ആയാലും ഒരാഴ്ച പിടിക്കും. അന്നേരം ഇവിടെ സംഭവിക്കുന്ന വിഷയങ്ങൾ വെച്ചാൽ ഇവിടെ സമീപത്തുള്ള പ്രൈവറ്റ് ശൗചാലയങ്ങളിൽ 50, 60, 30 രൂപ വെച്ച് കൊടുത്ത് അയ്യപ്പന്മാർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ട ഗതികേട്ടിൽ വരും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ ലേലം നടന്നില്ലെങ്കിൽ പോലും ഇത് നാളെ തുറക്കാനുള്ള, അത് ആ മുൻ കരാറുകാരനോടോ അവരോടൊക്കെ സംസാരിച്ചിട്ട് നാളെ അടിയന്തരമായി തുറക്കാനുള്ള സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ജനങ്ങൾ അയ്യപ്പന്മാരെന്ത് ചെയ്യും? ഈ നടന്നും കാൽനടയായിട്ടും അല്ലെങ്കിൽ 100-400 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്ന അയ്യപ്പന്മാർക്ക് ഇവിടെ വന്നിട്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് വന്നാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ദേവസ്വം ബോർഡ് ഇതിനകത്തൊരു തീരുമാനം എടുക്കണം. ദേവസ്വം ബോർഡ് മാത്രമേ ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ, ശൗചാലയങ്ങളുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ദേവസ്വം മാത്രമേ പറ്റുള്ളൂ. അതായത് തന്നെ ദേവസ്വം ബോർഡിനെയാണ് ഈ കിടക്കുന്ന ശൗചാലയങ്ങൾ, 240 ശൗചാലയങ്ങൾ ദേവസ്വം ബോർഡിനെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തുറക്കാനുള്ളൊരു നടപടി, അയ്യഭക്തന്മാർ വരുമ്പോൾ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ളൊരു നടപടി ഉടൻ തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ലേലവും ഇത്തരത്തിൽ തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാദേശികമായി കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവർ ഈ ലേലവുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ സമ്മർദ്ദതന്ത്രവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് തുക കുറയ്ക്കുന്നില്ല. ദേവസ്വം ബോർഡ് തുക കുറയ്ക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രമാണ് ഈ കാണുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പാർക്കിംഗ് പോയത്. കഴിഞ്ഞ വർഷത്തേക്കാണ് ലക്ഷങ്ങൾ കുറവായിട്ടാണ് പാർക്കിംഗ് പോയത്. അപ്പം ലേലത്തുക കുറഞ്ഞപ്പം പാർക്കിംഗ് പിടിക്കാൻ ആൾ വന്നു. അത് അവർക്ക് പാർക്കിംഗ് പോവുകയും ചെയ്തു. ഇത് ലേലത്തുകയിൽ ഒരു കുറവ് വരുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന് ലേലത്തുകയിൽ കുറവ് വരുത്തിക്കൊണ്ട് ഈ നിയമം കർശനമാക്കാമല്ലോ. ഇത് ദേവസ്വം ബോർഡ് രണ്ടിനും തയ്യാറല്ല. ദേവസ്വം ബോർഡ് കുറച്ച് വരും. അവസാനം ഇപ്പോൾ ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. ഇതുവരെ അതിനൊരു തീരുമാനം വരുന്നില്ല. ഇന്ന് വേണ്ട നമ്മൾ നോക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ കരാറുകാരെല്ലാവരും പലരും പറയുന്നുണ്ട്
ഈ തുകയ്ക്ക് പിടിച്ചാൽ അവർക്ക് മുതലാകില്ല എന്നൊക്കെ. എങ്ങനെ മുതലാകില്ല എന്ന് നമുക്കറിയില്ല, മുതലാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ശൗചാലയങ്ങൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം നാളെ മുതൽ വളരെ വാദ്യമേളങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ആഘോഷങ്ങളെ കൊണ്ടുമെല്ലാം നിറയുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് പേട്ടതുള്ളൽ നടക്കുന്ന സ്ഥലമാണ്. ഈ ചെറിയമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ആഭാലവൃദ്ധം ഭക്തജനങ്ങൾ അയ്യപ്പന്മാർ പേട്ടതുള്ളി വരുന്ന ഒരു സ്ഥലമാണ്. പേട്ടതുള്ളൽ പാതയാണ് ഇത്. അതുപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ശരക്കോല്, അതുപോലെ തന്നെ കച്ച, വാള്, ഗദ പോലുള്ള സാധനങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ തോന്നും പടി തന്നെയായിരുന്നു വില നിശ്ചയിച്ചിരുന്നത്. കാരണം നമുക്കറിയാം ഓരോന്നിനും ഇവിടെ എത്തുന്ന അയ്യപ്പന്മാരുടെ ഒരു ഏക്കക്കണക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് നോക്കി തോന്നും പടിയായിരുന്നു വില നിശ്ചയിച്ചിരുന്നത്. വെറും 1 രൂപ പോലും ഇല്ലാത്ത ശരക്കോലിന് 500 രൂപ വരെ ഒക്കെ ഈടാക്കിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പന്മാരെ കൊള്ളയടിച്ച സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ വില ഏകീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇത്തവണ അതികർശനമായിട്ട് ഉന്നയിച്ചവരാണ് ശബരിമല കർമ്മസമിതിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം. പക്ഷേ ഈ വില ഏകീകരിക്കാനുള്ള തീരുമാനം ഇതുപോലെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അല്ലേ? അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ ഇതിനൊരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അട്ടിമറി എന്ന് പറയുന്നത്. കാരണം ഒന്നെങ്കിൽ ഇവിടുത്തെ ഭക്തജന സംഘടനകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കണം, വ്യാപാരികളെ അറിയിച്ചുകൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കണം. ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ അത്തരത്തിൽ നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അട്ടിമറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വർഷം ഇത് നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരൊരു സമ്മർദ്ദമുണ്ട്. കാരണം വെച്ചാൽ ഈ വർഷം അവർക്ക് നഷ്ടം വരും എന്നാണ്. പക്ഷേ ആ നഷ്ടം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ആ തുക തന്നെയാണ്, ആ തുകയിൽ കൂട്ടിയാണ് ഇവർ പിടിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ സാധനങ്ങൾക്ക് അമിതമായ വില വാങ്ങിക്കൊണ്ട് ഈ കച്ചവടങ്ങൾ മുന്നോട്ട് പോകാമെന്നായിരുന്നു ഇവരുടെയൊക്കെ ധാരണ. പക്ഷെ അതിന് ഒരു ഇടിവ് വന്നപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇത് വന്നപ്പോഴാണ് ഇപ്പം ഈ വിലയുടെ കാര്യത്തിൽ ഇപ്പം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒരു റേറ്റ് നിശ്ചയിച്ചാൽ ആ റേറ്റ് മേടിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ വ്യാപാരികൾ. കാരണം വെച്ചാൽ നമ്മുടെ തീർത്ഥാടന കാലത്തിൻ്റെ മെയിൻ കാര്യം നോക്കുന്നത് ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന ഒരു റേറ്റ് അതായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ദേവസ്വം ബോർഡും നിശ്ചയിക്കുന്നില്ല, അത് ചുമതലപ്പെടുത്തിയ കളക്ടർ നിശ്ചയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ ആരും അറിയുന്നുമില്ല. അപ്പോൾ ഇനി നാളെ തൊട്ടാണ്, ഇപ്പോൾ ഇന്ന് ഈ കടകളെല്ലാം തുറക്കും. അപ്പോൾ എങ്ങനെ നമുക്കതിനെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇവർക്ക് വിവരത്തെക്കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ മുഖേന ഇത് അറിയിക്കേണ്ടതാണ്. അതിതൊരു ആവശ്യമില്ല. ഏറ്റവും ഈ മണ്ഡലകാലത്ത് തുടങ്ങുന്നതിന് ഏറ്റവും മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് പൊട്ടുകുത്തൽ വിവാദം. അത് നടക്കുന്ന മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അയ്യപ്പന്മാർ പേട്ട തുള്ളിയതിനു ശേഷം കുളിക്കുന്ന ഒരു ആറാണ്. അവിടെ വെച്ചാണ് കുളിച്ച് അതുപോലെ തന്നെ വീണ്ടും ഭസ്മവും കുറിയെല്ലാം തൊട്ട് വീണ്ടും ശബരിമല ദർശനം പുനരാരംഭിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്നത് പൊട്ടുകുത്തൽ വിവാദമാണ്. അതിപ്പോൾ ഹൈക്കോടതിയുടെ എല്ലാം ഇടപെടലിനെ തുടർന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എത്തിയിട്ടുണ്ട്. അതായത് അയ്യപ്പന്മാരിൽ നിന്ന് പൊട്ടുകുത്തതിന് വേണ്ടി പണം പിരിക്കരുത് എന്നുള്ളൊരു തീരുമാനം. പക്ഷേ അതിന് മറ്റൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ പണം പിരിച്ചുകൊണ്ട് ഇത്രയും വർഷം ഈ പണം ഈടാക്കിക്കൊണ്ട് തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികളെല്ലാം തന്നെ ഇവിടെ പൊട്ടുകുത്തിയിരുന്നു. ഇപ്പോൾ പണം ഈടാക്കാതെ എന്ന് നിർദ്ദേശിച്ച സ്ഥിതിക്ക് അതിനുള്ള പകരം സംവിധാനം ദേവസ്വം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? സൗജന്യമായി പൊട്ടുകുത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏർപ്പാടാക്കാനുള്ള നീക്കമെല്ലാം നടക്കുന്നുണ്ടോ? ഈ പൊട്ടുകുത്തൽ വിവാദം ഉണ്ടായത് ഈ അയ്യപ്പന്മാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നൊരു വേറൊരു കാര്യമായിരുന്നു. ഇവിടെ കുളിച്ചിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർ പണ്ട് കാലങ്ങളിൽ ഇത് നിങ്ങൾ കാണാം, ഈ 2 ഗ്ലാസിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഈ സ്റ്റാൻഡിൽ ഭസ്മവും ചന്ദനമൊക്കെ വെക്കുമായിരുന്നു. അന്ന് അത് സൗജന്യമായിരുന്നു. ഇവിടെ തന്നെ പണ്ട് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു സ്ത്രീ വന്ന് ഇവിടെ പൊട്ടുകുത്താനായിട്ട് അവർ ഭിക്ഷാടനത്തിന് വന്നപ്പോൾ അവരെ ഓടിച്ചു വിട്ടപ്പോൾ പോലീസ് ഓടിച്ചു വിട്ടു. പകരം അവർ ഈ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ് തുടങ്ങിയത്. അവരിരിക്കുക പൊട്ട് കൊടുക്കുക എന്തെങ്കിലും കൊടുക്കാന്നുള്ളത്. പക്ഷേ അത് ഇവിടുത്തെ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ കൂടി, ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാർ കൂടി. അപ്പോൾ അതൊരു വിഷയമായി കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ആകാൻ കാരണം വെച്ചാൽ ഇവിടെ കട പിടിച്ച ആൾക്കാർ ഈ കടയിൽ ഈ സാധനം വെച്ചുകൊണ്ട് ഒരാളെ 3000 രൂപയ്ക്കൊക്കെയാണ് കൂലിക്ക് നിർത്തിക്കൊണ്ടാണ് ഈ
പൊട്ട് ആണ്. അപ്പം പൊട്ട് തൊടുന്ന അയ്യപ്പനോട് 20, 30 അവർക്ക് തോന്നിയപടി മേടിക്കാൻ തുടങ്ങി. അത് പിന്നെ ഒരു ഗുണ്ട സ്റ്റൈലിലേക്കായി. കാശ് കൊടുത്തില്ലെങ്കിൽ സ്വാമിമാരെ അസഭ്യം പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് ആയപ്പോഴാണ് നമ്മൾ ഈ വിഷയമായിട്ട് ഇടപെട്ട് ദേവസ്വം ബോർഡിൻ്റെ അനുകൂലമായ ഒരു ഇതും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി കർശനമായിട്ട് പറഞ്ഞു ഈ പരിപാടി നിർത്തണം. അത് ഏറ്റവും വലിയ ചൂഷണമാണ്. എരുമേലിൽ കുളി കഴിഞ്ഞ് വരുന്ന അയ്യപ്പന് പൊട്ടുകൊട്ടണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. പകരം സംവിധാനം ദേവസ്വം ബോർഡും ഏർപ്പെടുത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഭസ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ നാളെ നട തുറക്കുന്നതിന് മുമ്പ് ഇത് പകരം സംവിധാനം കണ്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും പരാതിയുമായി ദേവസ്വം ബോർഡിനെ സമീപിക്കും. കാരണം വെച്ചാൽ അത് നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു 2 കണ്ണാടിക്ക് മുമ്പിൽ വെക്കുന്ന കുറച്ച് ഭസ്മവോ ചന്ദനമോ മാത്രം പോരാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ സംവിധാനങ്ങൾ ഇതിനു വേണ്ടി ഇവിടങ്ങളിലെല്ലാം ഒരുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയാവുന്നത് എല്ലാ വിഷയത്തിലും പണം തന്നെയാണ് മുഖ്യം. ഏതെങ്കിലും തരത്തിൽ പണം പിരിക്കാനാകുമോ എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും മറ്റ് വ്യാപാരികളെല്ലാം തന്നെ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് കുറേ അയ്യപ്പന്മാർ എത്തിയിട്ടുണ്ട്. അവരോട് കൂടി എത്തും. നമസ്തേ. മണ്ഡലാലത്തിന് തുടക്കമായിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? സ്വാമിചരണം. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ പശ്ചിമോച്ചിയിൽ പള്ളുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും അതേമാതിരി തന്നെ ഈ സമയങ്ങളിലാണ് നടന്നു വരുന്നത്. ഇപ്പോൾ എരുമേലിയിൽ നിന്ന് പോകുന്നത് ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കണേ വരി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്ന് വണ്ടിപ്പേര് വഴിയാണ് പോയത്. അതൊരു വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. ജനങ്ങൾ 1-ാം തീയതി ഞങ്ങൾക്ക് ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ തലേദിവസം തന്നെ ഇവിടുന്ന് പോയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിപ്പോൾ കോയിൽക്കടവിലും മറ്റേ നമ്മളെ ഫോറസ്റ്റുകാർ തടഞ്ഞു നിർത്തും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദർശനത്തിന് ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കണേ. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും ഇതേവരെ അവിടെ നിന്ന് വിടുന്നില്ല. കാനനപാത വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന് വണ്ടിപ്പേര വഴിയാണ് ഇനി അടുത്ത പോകാൻ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇത് ആഹാറാണെന്നുണ്ടെങ്കിലും ആയ വൃത്തികേടായിട്ട് കിടക്കണേ. ഒന്നും ഒരു ശുചീകരണവും നടത്തിയിട്ടില്ല. അതേമാതിരി ശുചിമുറിയാണെങ്കിലും അതിൻ്റെ സംഭവങ്ങളൊന്നും റെഡി ആയിട്ടില്ല. നമ്മളിപ്പോൾ അപ്പുറത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെയും കൊടുക്കണം, എന്നാലും അപ്പുറത്ത് പോയത് അങ്ങനെ പോയത്. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സംഭവങ്ങളുടെ ഒരു യഥാർത്ഥ വിശദീകരണമാണ് ഇപ്പോൾ ഈ അയ്യപ്പൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശുചീകരണത്തിൻ്റെ ഈ ശുചിമുറികളുടെ പ്രശ്നമാണ്. ശുചിമുറികളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ലേ. ഒപ്പം തന്നെ ഈ ആറും മലിനമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര അയ്യപ്പന്മാരുടെ സംഘമാണ് വന്നത്? ഞങ്ങളിപ്പോൾ ഒരു 10 പേരുണ്ടായിരുന്നു. ഈ 10 പേര് ഇന്ന് എങ്ങനെയാണ് ഈ ശൗചാലയങ്ങൾ ഉപയോഗിക്കേണ്ട ഈ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തത്? എങ്ങനെയാണ് പോയത്? അവിടെ ഒരു ഹോട്ടലിലുള്ള റൂമിലാണ് പോയത്. അവിടെ നമ്മൾ പൈസ എന്നാലും ഇവിടെയും കൊടുക്കണം നമ്മൾ, എന്നാലും അവിടെ നമ്മളത് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഉപയോഗിച്ചത്. ഞങ്ങൾ എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? ഇത് ഇന്നിപ്പോൾ മറ്റേ ടോയ്ലറ്റിൽ പോകാനായിട്ട് 20 രൂപയും കുളിക്കുന്നതിന് 30 രൂപ, അങ്ങനെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ചാർജ് ചെയ്തത്. 10 പേരടങ്ങുന്ന സംഭവം ഇത്ര രൂപ. ദേവസ്വം നിഷ്കരിച്ചിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്ന 5 രൂപയാണ് ഇത്തരത്തിൽ. അപ്പോൾ ഇത് ദേവസ്വം വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് ഈ അയ്യപ്പന്മാരുടെ ഈ സംഘം ഇത്തരത്തിൽ 30 രൂപയും 50 രൂപയും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു അയ്യപ്പനല്ല ഇവിടെ എത്തുന്നത്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പന്മാരാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കൃത്യമായി പറയുന്നു വലിയ രീതിയിൽ ചൂഷണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് ചൂഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതെല്ലാം കാഴ്ചയിൽ തന്നെ കാണുന്ന സംഭവങ്ങളാണ്. ഇപ്പം ഇതിപ്പോൾ ആദ്യം ഇപ്പോൾ മണ്ഡലം തുടങ്ങാനായിട്ട് ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. ഇത്രയൊന്നും സമയമായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു സംഭവം പോലും റെഡി ആയിട്ടില്ല. അത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ, കാര്യങ്ങൾ പറയാമല്ലോ. ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലെ സൗകര്യമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമൊന്നും ക്ലിയർ ആയിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദേവസ്വം ബോർഡിൻ്റെ അതൊരു വലിയ അനസ്ഥയായിട്ട് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാനനപാതയിലൂടെ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടി പോകുന്ന ആൾക്കാരെ നമ്മളിവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരക്കൂട്ടത്തിൽ നിന്ന് നമ്മളുടെ മരക്കൂട്ടം വഴി വിടാനായിട്ട് ചോദിച്ചതിന് അവർ വിടൂല. നമ്മളത്രയും ഇത് ബുദ്ധിമുട്ടി വരുന്ന ആൾക്കാരാണ്. ഒരു എന്താ പറയുക, നമുക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഒന്നും ചെയ്തു തരാറില്ല. അങ്ങനെയുള്ള ഒരു ഇതും കൂടി നമുക്ക് ഈ വർഷമോ അടുത്ത വർഷമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തിരുപ്പതിയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവസരമുണ്ട്. അതേമാതിരി കൂടി ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ആൾക്കാരെ. തീർച്ചയായിട്ടും അയ്യപ്പന്മാരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളാണ്, ഏറ്റവും സുഗമമായി, ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ഏറ്റവും സുഗമമായി ഈ തീർത്ഥാടന കാലത്ത് ദർശനം നടത്തുക എന്നുള്ളത്. 2 തീർത്ഥാടന കാലത്തിനിടയ്ക്ക് ദേവസ്വത്തിന്റെ കയ്യിൽ 1 വർഷം സമയമുണ്ട് ആവശ്യത്തിന് സജ്ജീകരണങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും. പക്ഷേ ഇതെല്ലാം വലിയ അനാസ്ഥയെ തുടർന്ന് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാക്കുന്നത്. ശരി മിഥുൻ, വളരെ വിശദമായൊരു റിപ്പോർട്ടായിരുന്നു അത്. മിഥുൻ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമല്ല, അവിടെ എത്തിയ അയ്യപ്പ ഭക്തരായിക്കോട്ടെ, അവിടുത്തെ പ്രതിനിധികളായിക്കോട്ടെ, അവരോടൊക്കെയും സംസാരിച്ച ശേഷം അവർ തന്നെ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളാണ്. എങ്ങനെയായിരിക്കും
ഇനി മുതൽ നാളെ മുതൽ സജീവമാകാൻ മണ്ഡലകാലമാണ്. അതെ, അത് മാത്രമല്ല ഇപ്പോൾ പ്രതികരിച്ച അയ്യപ്പ ഭക്തൻ തന്നെ അവർ 10 പേരടങ്ങുന്ന സംഘമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ശുചിമുറിയിൽ പോകുന്നതിനോ കുളിക്കുന്നതിനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ തൊട്ട് ഇനി 100 കണക്കിനും 1000 കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഓരോരുത്തരും. തിരികെ വാർത്തയിലേക്ക് എത്തുമ്പോൾ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഈ വഖഫ് അധിനിവേശ ഭീഷണിയിൽ ഉഴലുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള മുനമ്പം നിവാസികളുടെ ആശങ്ക നേരിട്ടറിയാൻ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇന്ന് മുനമ്പം സമരപന്തലിൽ എത്തുകയാണ്. കുടിയിറക്ക ഭീഷണി നേരിടുന്ന വീടുകളിൽ മന്ത്രി നേരിട്ടെത്തി പ്രശ്നങ്ങൾ ചോദിച്ചറിയും. BJP നേതാവ് മേജർ രവിയും ഇന്ന് മുനമ്പത്തെ സമരപന്തലിലെത്തി മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ധാരാളം പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെയും എത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും മന്ത്രി മുനമ്പം നിവാസികളെ സന്ദർശിക്കുക? വീടുകൾ തോറും കണ്ട് അവരുടെ വീടുകൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടോണി, ഇന്ന് രാവിലെ 10 മണിയോടെ മുനമ്പത്ത് മന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. വരുമ്പോൾ ഒരു തൊഴിൽ മന്ത്രി എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ആ തൊഴിൽ മേഖലയിലേക്കുള്ള കടന്നുകയറ്റ ശ്രമം, ഇതിൻ്റെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇന്ന് മുനമ്പത്തെത്തുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക, ആ വഖഫ് അധിനിവേശ ശ്രമത്തെ അതിനെ എങ്ങനെ നേരിട്ട് അവർക്ക് അതിൽ നിന്നും ഒരു രക്ഷ. ഏതാണ്ട് 2 വർഷവും 9 മാസവുമായി അവർ ഈ ഒരു ആശങ്കയിലാണ്. വഖഫ് അധിനിവേശ ശ്രമങ്ങൾ ആരംഭിക്കുകയും ഇവരുടെ റവന്യൂ അധികാരങ്ങൾ റദ്ദ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷവും 9 മാസവും പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് മുന്നിട്ടിറങ്ങാൻ തന്നെയാണ് തൊഴിൽ മന്ത്രിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി അവിടെ എത്തി ഓരോ വീടുകളിലും കയറി അവരുടെ എന്തൊക്കെയാണ് അവർ നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നേരിടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതിനു മുമ്പേ BJP ഒരു ഐക്യദാർഢ്യ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാർച്ചിലും മന്ത്രി പങ്കെടുക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിലുള്ള പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് തൊഴിൽ മന്ത്രി എന്ന നിലയ്ക്ക് അവിടെ എത്തുന്നത്. അവർ ഈ 10 മണിക്ക് എത്തിയാൽ ഏതാണ്ട് 12 മണി വരെയും അവിടെ ചിലവഴിക്കുമെന്നതാണ് നമുക്കറിയാൻ പറ്റുന്നത്. മുനമ്പം സമരപന്തലിലും മന്ത്രി എത്തുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് BJP നേതാവ് മേജർ രവിയും ഇന്ന് മുനമ്പം സമരപന്തലിലേക്ക് എത്തുന്നത്. ഈ രീതിയിലെല്ലാം ഇവിടെ ഇത്രയും ദിവസങ്ങളായി തുടരുന്ന ഈ ഒരു ആശങ്ക അവരുടെ സമരത്തിലൂടെയുള്ള അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനുമെല്ലാം പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം BJPയും ഹൈന്ദവ സംഘടനകളും ഈ മുനമ്പം ജനതയ്ക്കൊപ്പം ഉണ്ട് എന്ന് അരക്കെട്ടുറപ്പിച്ച് പറയുന്നതാണ് ഈ മന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം. ഇത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ആശ്വാസവും എല്ലാം ഇവിടുത്തെ ജനതയ്ക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ വന്നപ്പോഴും കേന്ദ്രമന്ത്രി വന്നപ്പോഴും അവർക്കുണ്ടായ ഒരു ഉണർവും പ്രതീക്ഷയും നമ്മളെല്ലാം കണ്ടതാണ്. അത് അവിടുത്തെ ഈ സമരമുഖത്തുള്ള ജനങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. അത്തരം ഒരു പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ സന്ദർശനം. ഇതേ സാഹചര്യത്തിൽ തന്നെ അവർ സമരം ശക്തമായി തന്നെ തുടരാൻ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തിടുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സമരക്കാരുമായി മുനമ്പം സമരസമിതിയുമായുമെല്ലാം ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു. എന്നാൽ അവിടെ മുന്നോട്ട് വെച്ചത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടി ഉന്നതതല യോഗം വിളിക്കാം, അതുവരെ സമരം ഒഴിവാക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് മന്ത്രി രാജീവും ഈ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമരക്കാരുമായി ഒരു ആശയവിനിമയം നടത്തിയത്. എന്നാൽ അവർ ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ച തീരുമാനം അവർ എടുക്കുകയായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സമരം ശക്തമായി തന്നെ തുടരുമ്പോഴാണ് അതിന് പൂർണ്ണമായ പിന്തുണയുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇന്ന് എത്തുന്നത്. അത് വലിയ രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും മത്സ്യത്തൊഴിലാളി മേഖല ഇപ്പോൾ നേരിടുന്ന വിവിധ
തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിയോടെ പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നത്തെ മന്ത്രിയുടെ സന്ദർശനം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതേ സാഹചര്യത്തിൽ തന്നെ വഖഫ് അധിനിവേശ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു നിലപാട് അത് കൃത്യമായി തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവർക്ക് ആശങ്കകൾ ദൂരീകരിക്കാനും എല്ലാം ഉതകുന്നതാവും ഇന്നത്തെ സന്ദർശനം എന്ന് നമുക്ക് വിലയിരുത്താം. രോഹിണി. അതെ, തീർച്ചയായും. അത് മാത്രമല്ല സുധീഷ്, നമുക്കറിയാം വഖഫിൻ്റെ അധിനിവേശത്തിൽ ഒരാൾക്ക് പോലും തൻ്റെ കുടിയിറക്ക് ഭീഷണി അല്ലെങ്കിൽ തൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് കേന്ദ്രമന്ത്രി അമിത്ഷാ നൽകിയിരുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം കൂടുതൽ കേന്ദ്ര നേതാക്കളുടെ സന്ദർശനം മുനമ്പത്തെ ജനതയ്ക്ക് വലിയ ഊർജം തന്നെയാണ് നൽകുന്നത്. ഈ വാർത്ത ഇല്ലേന്ന് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത ഇനിയും തുടർന്നുള്ള മണിക്കൂറുകളിലും സജീവമായി തന്നെ ഉണ്ടാകും. കൽപ്പാത്തിയിലേക്കാണ് അല്ലേ നമ്മുടെ ആഘോഷങ്ങൾ, ഉത്സവം ഇന്ന് നടക്കുകയാണ്. കൽപ്പാത്തിയിൽ ഇന്നും ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. രണ്ടാം ദിനമായി ഇന്ന് മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി പ്രയാണം ആരംഭിക്കുക. രാവിലെ 10:30ക്കും 11നും ഇടയിലാണ് രഥാരോഹണം. അരുൺ ആലത്തൂരുണ്ട് നമുക്ക് അവിടെ. നമ്മുടെ വൻ സന്നാഹം തന്നെ അവിടെ ഉണ്ടെങ്കിലും രാവിലെ നമുക്കിപ്പോൾ അരുൺ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അരുൺ, എപ്പോഴാണ് ഇന്ന് രഥോത്സവം, രഥപ്രയാണം ആരംഭിക്കുക? ഇന്നും എത്രത്തോളം കളറാകും എന്ന് ചോദിക്കണം. കാരണം ഇന്നലെ അത്രയധികം നമ്മൾ കണ്ടു അല്ലേ ബഹളം. ഇന്നെങ്ങനെയാണ് അരുൺ? വീണ, ഇന്നും വലിയ തിരക്ക് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 1-ാം തേരിന് മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 2-ാം തേര് ദിവസം എനിക്ക് പുറകിലായി കാണുന്ന മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് അഗ്രഹാര വീതിയിലേക്ക് പുതുതായിട്ട് എത്തുക. ഏതായാലും ഈ 2-ാം ദിനത്തിലും നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് ഒഴുകി എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യം രാവിലെ ഒരു 10:30-നാണ് മുഹൂർത്തം. ഇന്നത്തെ ഈ രഥാരോഹണ മുഹൂർത്തം 10:30 തന്നെ മന്തക്കര മഹാഗണപതി ഈ രഥത്തിലേറും. തുടർന്ന് ഈ മന്തക്കര മഹാഗണപതിയുടെ രഥത്തിൻ്റെ പ്രയാണം ആരംഭിക്കും എന്നുള്ളതാണ്. ഈ രഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ദൂരം മുന്നോട്ട് പോകുന്നത് ഈ ഒരു രഥം മാത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലെ രഥങ്ങളൊക്കെ കൂടുതൽ അഗ്രഹാര വീഥികളിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മന്തക്കരയിലെ മഹാഗണപതിയുടെ രഥം മാത്രം കുണ്ടമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് പുതിയ കൽപ്പാത്തിയിലൂടെ പ്രയാണം നടത്തുക. ഏതായാലും ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകളും മറ്റുമെല്ലാം പൂർത്തിയാവുന്ന മുറയ്ക്കാണ് 10:30 ഭഗവാന്റെ ആ രഥാരോഹണം ഉണ്ടാവുക. ഏതായാലും തീർത്തും ഭക്തിസാന്ദ്രമാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കൽപ്പാത്തി. ഇപ്പോൾ ഇന്നലെ 1-ാം തേര് മുതലാണെങ്കിലും വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് കൽപ്പാത്തിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രയാണം ആരംഭിച്ച 3 രഥങ്ങൾ, ആ 3 രഥങ്ങൾ ഇതിനോടകം തന്നെ അച്ചൻപടിയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ശിവപാർവതിയുടെ രഥമാണെങ്കിലും അതല്ലെങ്കിൽ ഗണപതിയും മുരുകനും ഉൾപ്പെടെയുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങൾ, ആ 3 രഥങ്ങൾ ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഈ പുതിയ കൽപ്പാത്തിയിലേക്ക് മന്തക്കര മഹാഗണപതിയുടെ ഈ ഭാഗത്തേക്ക് വരികയും പിന്നീട് തിരിച്ച് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ അച്ചൻപടിയിൽ പ്രയാണം എത്തിയിട്ടുണ്ട്. ആ രഥങ്ങളുടെ പ്രയാണവും ഇന്നുണ്ടാവും. ഇന്ന് ആ രഥങ്ങൾ ചാത്തപ്പുരത്തുള്ള പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം വരെയാണ് പ്രയാണം നടത്തുക എന്നുള്ളതാണ്. നാളെയാണ് നമുക്കറിയാം എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദേവരഥ സംഗമം. അത് നാളെയാണ്. ആ ദേവരഥ സംഗമത്തിന് ഈ ചാത്തപ്പുരത്ത് നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും പിന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും ഒപ്പം തന്നെ ഈ മന്തക്കര മഹാഗണപതിയുടെ രഥവും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നുള്ള രഥവും, ഈ എല്ലാ രഥങ്ങളും ഒരുമിച്ച്
ഈ തേരുമുട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുണ്ടമ്പലത്തിൻ്റെ ഭാഗത്ത് സംഗമിക്കും. ആ സംഗമമാണ് ഏറ്റവും കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും ഹൈലൈറ്റ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു ദേവരഥ സംഗമം നാളെ വൈകിട്ടോടുകൂടെ കാണുന്നതിന് വേണ്ടിയാണ്. ആ ദേവരഥ സംഗമ സമയത്ത് ഈ 6 രഥങ്ങളും ഒരുമിച്ച് അവിടെ എത്തും. അങ്ങനെ 6 രഥങ്ങളും ഒരുമിച്ച് എത്തുമ്പോൾ അത് കാണുന്നതിന് പിന്നിൽ ദേവതകൾ പോലും ആ സമയത്ത് അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ് വിശ്വാസമായി കരുതുന്നത്. എന്തായാലും ഈ രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം രഥം വലിക്കുക എന്നുള്ളതും ഒക്കെ വലിയ ഒരു പുണ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. ആ രഥത്തിൻ്റെ വടത്തിൽ തൊടുന്നതാണെങ്കിലും അതല്ലെങ്കിൽ രഥത്തിലെ ഓരോ ദേവതകളെയും എല്ലാം തൊട്ട് വണങ്ങുന്നതായാലും ഒക്കെ വലിയ അനുഗ്രഹമായും വിശ്വാസമായിട്ടുമൊക്കെയാണ് എല്ലാ ഭക്തരും കരുതുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ വിവിധ കോണുകളിൽ നിന്നൊക്കെ വന്ന് ഈ രഥം വലിക്കുന്നതിനും മറ്റുമൊക്കെ ആയി കൽപ്പാത്തിയിലേക്ക് എത്തുന്നത്. ആ കൽപ്പാത്തി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതായാലും വളരെ സജീവമായിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കടകമ്പോളങ്ങൾ കാണാം. നമുക്കറിയാം ഇത്ര രാവിലെ തന്നെ വളരെ സജീവമായി തന്നെ കൽപ്പാത്തി അഗ്രഹാരം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഇന്നിപ്പോൾ 2ാം ദിനമാണ്. 2ാം ദിനം ഇപ്പം മന്തക്കര ഗണപതി ക്ഷേത്രത്തിലെ രഥം കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ എൻഡിൽ പോയിട്ട് അവസാനിക്കും. പിന്നെ നാളെയാണ് പഴയ കൽപ്പാത്തി ചാത്തിപ്പുരം ക്ഷേത്രങ്ങളുടെ രഥം തുടങ്ങും. പിന്നെ നാളെ ഒരു രഥസംഘം എന്ന് പറഞ്ഞാൽ അവിടെ കൽപ്പാത്തി ജംഗ്ഷനിലെ എല്ലാ രഥങ്ങളും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഒരു മുഹൂർത്തം എത്തിച്ചേരും. മന്തക്കര മഹാഗണപതിയുടെ രഥമല്ലേ ഏറ്റവും കുറഞ്ഞ ദൂരം? ഇവിടുന്ന് അറ്റം വരെ പോയി നാളെ ഇവിടെ തിരിച്ചു വരും. ഇന്നലെ പ്രയാണം ആരംഭിച്ച 3 രഥങ്ങൾ അതിപ്പോൾ അച്ചമ്പടിയിലുണ്ട്. ഇന്ന് അത് പഴയ കൽപ്പാത്തി ആ ക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. ആ രഥങ്ങൾ എത്ര മണിക്കാണ്? അതൊരു 3:30 ആകുമ്പോൾ വൈകിട്ട്. ഇന്ന് പ്രതീക്ഷ ഈ രഥം കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് അവിടെ നിൽക്കും. പിന്നെ ശേഷം വൈകുന്നേരം. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവം? വളരെ ഭക്തിസാന്ദ്രമാണോ അഗ്രഹാരം? തീർച്ചയായിട്ടും വളരെ സാംസ്കാരിക പൈതൃകം. അതാണ് ഏതായാലും തീർത്തും ഭക്തിസാന്ദ്രമാണ് അഗ്രഹാര വീഥികൾ മുഴുവൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വേദപാരായണം നമുക്കറിയാം കേരളത്തിൽ ഈ 4 വേദങ്ങളും വായിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി. ഈ രഥോത്സവത്തിൻ്റെ സമയത്താണ് ഈ 4 വേദങ്ങളും പാരായണം നടത്തുക. ഇന്നലെ രാവിലെ പാരായണം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും ആ 4 വേദങ്ങളും മറ്റുമൊക്കെ മന്ത്രോച്ചാരണങ്ങളും ഒക്കെ നമുക്ക് ഈ അഗ്രഹാര വീഥികളിൽ അവിടെ നടക്കുമ്പോൾ ആ വേദമന്ത്രങ്ങൾ കേൾക്കാനാവും. വളരെ നല്ല സംഗീതം കേൾക്കാനാവും. അങ്ങനെ അഗ്രഹാരത്തിലെ നമ്മുടെ സാംസ്കാരിക തനിമ പൈതൃകം ഇതൊക്കെ വിളിച്ചോതുന്നതാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ മയിലാടുംതുറയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ രഥോത്സവമുണ്ട്. അവിടെ എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് സമാന രീതിയിലാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിലെ ചടങ്ങുകളും മറ്റുമൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയില്ല. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രഥോത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ ഇതെല്ലാം നമുക്ക് കാണണമെങ്കിൽ അത് കൽപ്പാത്തിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുകയാണ്. എത്ര മണിയോടുകൂടെയാണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്? ചടങ്ങുകളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. വേദപാരായണം, അത് കഴിഞ്ഞാൽ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്, രുദ്രാഭിഷേകം. അപ്പോഴേക്ക് വേദപാരായണം സമാപ്തിയാവും. പിന്നെ ദിവാകരണം കഴിഞ്ഞ് ബലിയിടൽ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഗണപതി ശിവൻ്റെ അവിടെ പോയിട്ട് അനുവാദം വാങ്ങിയിട്ട് വരും. അത് കഴിഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ടാണ് അതിന് ശേഷമാണ് രഥത്തിൽ കയറ്റി രഥപാരായണം. 10:15 to 11 മുഹൂർത്തം. അതായത് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10:15 to 11 മണി അതാണ് ഇന്നത്തെ ഈ രഥാരോഹണത്തിൻ്റെ മുഹൂർത്തം. അതായത് ഗണപതി ഈ കാണുന്ന മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും എനിക്ക് കാണുന്ന ഈ റോഡിൻ്റെ ഏറ്റവും അറ്റത്താണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമുള്ളത്. അവിടെ ഭഗവാൻ പരമശിവനെ കണ്ട് ഗണപതി അനുവാദം വാങ്ങിയതിന് ശേഷം, അച്ഛനെ കണ്ട് അനുവാദം വാങ്ങിയതിന് ശേഷമാണ് രഥാരോഹണം ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും 10:15 മുതൽ 11 മണി വരെയാണ് അതിൻ്റെ മുഹൂർത്തം. ആ സമയത്ത് രഥാരോഹണം നടക്കും. കൂടുതൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടതുപോലെ തന്നെ ഇന്നും വലിയ തിരക്ക് കൽപ്പാത്തിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതെ, തീർച്ചയായും കൽപ്പാത്തിയിൽ ഇന്ന് 2ാം ദിനം ദേവരഥങ്ങളുടെ പ്രയാണം ഇന്നും തുടരും. പക്ഷേ അതിനിടയിൽ ഡാൽമിൻ്റെയും ശിവദാസ് കന്മനത്തിൻ്റെയും പാലക്കാട് ടൗൺ ഹാൾ സ്റ്റോറി സൂപ്പർ ആയിട്ടുണ്ട് എന്ന്
സദാനന്ദൻ നെടുനിലംജി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അരുണിനോട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അരുൺ കേട്ട് കഴിഞ്ഞു. ഇനി ശിവദാസ് ഉണ്ട് കേൾക്കാൻ. ശിവദാസിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആചാര ലംഘനമുണ്ട് കൽപ്പാത്തിയിൽ. നമുക്കറിയാം, രഥം വലിക്കുന്നതും ആ രഥം വലിക്കാൻ ഉപയോഗിക്കുന്ന വടത്തിൽ തൊടുന്നത് പോലും പുണ്യമായി കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MP ചെരുപ്പിട്ടുകൊണ്ട് ഈ രഥം വലിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത്. അതെ, നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ വിവരങ്ങൾ ശിവദാസിനോട് തേടാം. ഒന്നാം തേരിനിടെ രഥം വലിക്കുമ്പോഴായിരുന്നു അനിഷ്ട സംഭവങ്ങൾ. വ്രതമെടുത്ത് ശുദ്ധിയായി ചെരുപ്പഴിച്ചാണ് രഥം വലിക്കുക. എന്നാൽ ചെരുപ്പ് ധരിച്ച് ആചാരങ്ങൾ ലംഘിച്ചായിരുന്നു VK ശ്രീകണ്ഠൻ MP രഥം വലിച്ചത്. ചരിത്രപരമായിട്ട് വളരെയധികം കാശി വിശ്വനാഥ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെതായ പവിത്രത ഉണ്ട് അതിന്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വാസികൾ പറയുന്നു. അല്ലല്ല, ചെരുപ്പിടാൻ പാടില്ല ഇപ്പോഴും. അതാണ് ആചാരം. ചെരുപ്പ് മാറ്റി വെച്ചിട്ട് വേണം തേര് വലിക്കാൻ. അങ്ങനെയുള്ളതാണ് ആചാരം. വ്രതമൊക്കെ ഇരുന്ന് ആ ചടങ്ങ് വ്രതം അനുസരിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ വരുള്ളൂ. ഇവിടെ എല്ലാവരും നല്ല വ്രതശുദ്ധിയോടുകൂടിയേ വരുള്ളൂ. വ്രതാനുഷ്ഠാനത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്. വരും ദിവസങ്ങളിലും ഇത്തരം ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധം തുടരാനാണ് ഭക്തരുടെ തീരുമാനം. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയുക. ആചാരങ്ങൾ തന്നെയാണ് കൽപ്പാത്തിയിലെ പ്രധാനം. ആചാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരും. ക്യാമറമാൻ സനലിനൊപ്പം ശിവദാസ് കൽമണം, ജനം, പാലക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഈ വടം വലിച്ചത് ചെരുപ്പിട്ടുകൊണ്ടായിരുന്നു രഥം വലിച്ചത്. അവിടെ കൂടി നിന്ന ഭക്തർ പലതവണ പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് ധരിക്കരുത് എന്ന്. പക്ഷേ അത് കേട്ടമട്ടേ അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. തീർച്ചയായും രോഹിണി, വലിയ ഒരു ആചാര ലംഘനം തന്നെയാണ് VK ശ്രീകണ്ഠൻ MPയും അദ്ദേഹത്തോടൊപ്പം വന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ നടത്തിയത്. കൽപ്പാത്തിയെ സംബന്ധിച്ച് ആചാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. 3 ദിവസമാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ. അതിന് തൊട്ടു മുൻപുള്ള ഏകദേശം ഒരാഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കലാപരിപാടികളും അനുബന്ധ പരിപാടികളും എല്ലാം തന്നെ നടക്കാറുണ്ട്. ഇതിന് ഈ രഥം വലിക്കുന്നതിന് പ്രത്യേകമായി തന്നെ കൃത്യമായി വ്രതശുദ്ധിയോടെ തന്നെയാണ് ഭക്തർ ഈ രഥം വലിക്കുക. അതിന് കുറച്ചു ദിവസം മുൻപ് തന്നെ നോയമ്പെല്ലാം എടുത്ത് അത്തരത്തിൽ മാംസാദികളെല്ലാം തന്നെ ഒഴിവാക്കി പൂർണ്ണമായും ശുദ്ധതയോട് കൂടിയാണ് ഈ രഥം വലിക്കുക. അതിന് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ഒരു നേർച്ചയായി മനസ്സിൽ വിചാരിച്ച് അതിനുശേഷമാണ് ആ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ കൽപ്പാത്തി രഥോത്സവ സമയത്ത് രഥം വലിക്കുക. അങ്ങനെയാണ് ഭക്തർ കഴിഞ്ഞ കാലങ്ങളായി ഇത്തരത്തിൽ ഇവിടെ ഈ രീതിയിലുള്ള ഒരു ആചാരം അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ VK ശ്രീകണ്ഠൻ MPയും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയത്. ഒന്നാം തേരായിരുന്നു ഇന്നലെ. ഈ സമയത്താണ് ഇന്നലെ കൽപ്പാത്തിയിൽ രഥം വലിക്കുന്ന ഈ ചടങ്ങിനിടെ VK ശ്രീകണ്ഠൻ MPയും മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ ചെരുപ്പെല്ലാം ധരിച്ച് ഒരു ആചാരം പോലും കൃത്യമായി പാലിക്കാതെ ഈ രഥം വലിച്ചത്. ആ സമയത്ത് തന്നെ ഇത് കണ്ടു നിന്ന ആളുകൾ, ഭക്തർ പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് മാറ്റണം. കാരണം ഇത് ഇവിടെ അമ്പലത്തിന് തൊട്ടു മുൻപിലാണ് ഈ രഥം വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ചെരുപ്പ് ധരിക്കാറില്ല. രഥം വലിക്കുമ്പോൾ ചെരുപ്പ് മാറ്റി വേണം ഈ രഥം വലിക്കാൻ എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ വീണ്ടും അവർ ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ രഥം വലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്. വലിയ ഒരു പ്രതിഷേധം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ തന്നെ അവർ തങ്ങളുടെ ആ ഒരു പ്രവൃത്തി തുടരുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്തായാലും വലിയൊരു ആചാര ലംഘനം തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ നടന്നത്. കൽപ്പാത്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് ആചാരങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭക്തരുടെ എല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. എല്ലാവരും പറഞ്ഞത് പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ആചാരമാണ്. ഈ കൽപ്പാത്തിയിലെ രഥം വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിഷ്ഠ ഉണ്ട്. ആ നിഷ്ഠ പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് തന്നെയായിരുന്നു എല്ലാ ഭക്തരും നമ്മളോട് പറഞ്ഞത്. ചെരുപ്പ് സാധാരണ രീതിയിൽ ആരും ധരിക്കാറില്ല.
കാരണം ചെരുപ്പെല്ലാം ധരിച്ചു വേണം ഈ ഒരു റൂട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ രഥം. കാരണം അത് കൃത്യമായ ഒരു സമയമുണ്ട്. ആ ഒരു സമയമെടുത്ത് ആണ് ഈ രഥം വലിക്കുക. അതിന് കൃത്യമായൊരു മാനദണ്ഡം ഉണ്ട്, കൃത്യമായ ആചാരങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യുക. ഇത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ MP കൂടിയാണ് ശ്രീകണ്ഠൻ. അദ്ദേഹം ഈ പാലക്കാട് ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാം. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇത് പാലിച്ചില്ല എന്നാണ് പറയുന്നത്. പുറത്തുനിന്നും വരുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഇത് അറിയാൻ സാധ്യത ഇല്ലായിരിക്കാം. അവർ ഒരു പക്ഷേ ചെരുപ്പെല്ലാം ധരിച്ച് ഇത്തരത്തിൽ ചെയ്യുമായിരിക്കും. പക്ഷേ കൃത്യമായി പാലക്കാടിൻ്റെ MP കൂടിയായ അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ ഇത് ഒരു വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും ഭക്തർ ഇപ്പോഴും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. രോഹിണി. അതെ ശിവദാസ്, എന്തായാലും പതിറ്റാണ്ടുകളായി നീളുന്ന ആചാരം വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഓരോരുത്തരും ആ വീതിയിൽ തന്നെ എത്തുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിക്കുന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പങ്കെടുത്തത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. EP ജയരാജന്റെ ആത്മകഥാ ബോംബ്, അതിൽ CPM ഇപ്പോൾ ആകെ ആടി ഉലഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP പാർട്ടിയെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക്. അത് ആദ്യവുമല്ല. പരാമർശങ്ങൾ തൻ്റേതല്ല എന്ന് പറയുമ്പോഴും അനുഭവകഥകൾ ജയരാജൻ്റേത് എന്ന് ഉറപ്പിക്കുകയാണ് നേതാക്കൾ. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ EP-യോട് വിശദീകരണം തേടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നാളെ CPM സെക്രട്ടേറിയറ്റ് ചേരുകയും ചെയ്യും. വിനീഷ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം വിവരങ്ങളുമായി. വിനീഷ്, ഗുഡ് മോർണിംഗ്. നമസ്തേ. ഈ EP അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ സുപ്രധാന ദിവസങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് പുതിയ കാര്യമല്ല, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു പെടുത്തലായിപ്പോയി. കൃത്യമായി കാര്യങ്ങൾ പറയുകയല്ല, മറിച്ച് തൻ്റെ പുസ്തകത്തിൽ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ, ഉടൻ പ്രകാശിപ്പിക്കാനിരിക്കുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങൾ എന്ന രീതിയിലാണ് DC ബുക്സ് ഈ പരാമർശങ്ങൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മാധ്യമത്തിൽ വാർത്ത വരുന്നത്. അപ്പോൾ DC ബുക്സ് അതിന് പിന്നാലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകാശനം മാറ്റിവെക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ DC ബുക്സിനെ തന്നെ ഇത് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ DC ബുക്സിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ച് അവരങ്ങനെ ഒരു കാര്യം പറയേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. EP വെല്ലുവിളിച്ചിരിക്കുന്നു. ഞാനങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല, കരാറില്ല, അന്വേഷണം വേണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ വന്നപ്പോൾ അത് DC ബുക്സ് നിഷേധിച്ചിട്ടില്ല എന്നുകൂടി ഇന്നലെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ വിനീഷ്, ഈ ആത്മകഥ ഒരു വലിയ ബോംബ് തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഇന്നലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇട്ടതുകൊണ്ടാണ് ഇത്രയധികം വലിയ പൊട്ടിത്തെറി ഉണ്ടായതും. അപ്പോൾ ഇനി അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും? തീർച്ചയായിട്ടും EP-യെ സംബന്ധിച്ചിടത്തോളം പരിപ്പൂട പാർട്ടി നേതാക്കൾ പൊട്ടിക്കുമോ അല്ലെങ്കിൽ EP തന്നെ പാർട്ടിയെ പരിപ്പൂടെ ആക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ EP പറഞ്ഞത് ഇത്തരത്തിലാണ്: താൻ DC ബുക്കുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല, DC ബുക്ക് തൻ്റെ ആത്മകഥ താൻ അറിയാതെ എങ്ങനെ എഴുതും, താൻ അത്തരത്തിൽ നൽകിയിട്ടില്ല എന്ന നിലപാടുകളൊക്കെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ EP വ്യക്തമാക്കിയത്. പൂർണ്ണമായും പുറത്തു വന്ന വാർത്തകളെ നിഷേധിക്കുന്ന തരത്തിലായിരുന്നു EP-യുടെ നിലപാട്. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന EP ചില നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ്: നിലവിലെ സാഹചര്യത്തിൽ താൻ EP പ്രത്യേകിച്ച് DC ബുക്സുമായി ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, തൻ്റെ ആത്മകഥ താൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല, അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് EP ചില സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബോംബ് പൊട്ടിക്കുന്ന ഒരു പ്രവണത EP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിൽ നേരത്തെയും ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ EP സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞ ഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു ബോംബ് പൊട്ടിക്കൽ നടത്തിയിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല, അത് ചരിത്രമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ EP-യുടെ മേൽ ഒരു നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം
ചേരുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടന്നേക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആദ്യഘട്ടം എന്ന തരത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഇപിയും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ പങ്കെടുക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് മുന്നിലുള്ള തെളിവുകൾ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇപി ഈ കാര്യങ്ങൾ നിഷേധിക്കുമ്പോഴും എടുത്തു പറയേണ്ടത് ഈ ഇപിയുടെ സ്വകാര്യ ശേഖരത്തിലെ ഫോട്ടോ എങ്ങനെ DC ബുക്കിന് ലഭിച്ചു എന്ന സംബന്ധിച്ചുള്ള സംശയം. ഒപ്പം തന്നെ ഇപിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല പാർട്ടി നേതൃത്വം. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ഈ ചെറുകുന്ന് ഹൈസ്കൂളിലെ കാലത്തെ ജീവിത കാലഘട്ടത്തിലെ ഫോട്ടോസും അപ്പോഴത്തെ പഠനകാലത്തെ വിശദീകരണവും ഒക്കെ ഈ DC ബുക്കിന് നൽകിയ തൻ്റെ ആത്മകഥയിലുണ്ട്. നിലവിൽ ഈ ആത്മകഥയുടെ പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് ആക്കിക്കൊണ്ട് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇപി നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DC ബുക്കുമായി നിയമ നടപടിയിലേക്ക് പോകുമെന്ന് ഒരു ഘട്ടത്തിൽ ഇപി പറഞ്ഞെങ്കിലും അത്തരം നടപടിയിലേക്ക് കടക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപിക്കെതിരെ ഒരുപക്ഷെ നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ ആ ഒരു കാര്യത്തിൽ ഗൗരവമായി പാർട്ടി വലിയ തോതിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും പരോക്ഷമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇപിക്കെതിരെ നടപടി വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അല്ലെങ്കിൽ പ്രതികരണത്തിലേക്ക് തത്സമയം അവിടെ പത്രക്കാരെ കാണുന്നുണ്ട് രാവിലെ. പാലക്കാട് ഒരു പ്രതീക്ഷ എന്താണ്? LDFന്റെ പ്രതീക്ഷ എന്താണ്? അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് BJP എന്തെങ്കിലും ആരെന്ത് ശ്രമിച്ചാൽ CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ശരി, എല്ലാവരും പോയി രാവിലെ തന്നെ പത്രാഫീസ് പോയി ബാക്കി കാര്യം നോക്ക്. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ അവിടെ പറയുന്നുണ്ട് പത്രക്കാരോട്, എല്ലാവരും രാവിലെ കാണും. അദ്ദേഹം പറഞ്ഞത് അത്ര കണ്ട് വ്യക്തമായില്ല അല്ലേ? പലപ്പോഴും അങ്ങനെയാണ് വീണ. അദ്ദേഹത്തിനോട് വിവാദ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ലഘൂകരിക്കുകയും വഴി മാറ്റി വിടുകയും ഒക്കെ ചെയ്യുന്നത് EP ജയരാജന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. എന്തായാലും പത്രം ഓഫീസിൽ പോയി മറ്റ് വാർത്തകളിലേക്ക് നോക്കൂ എന്നാണ്. പുസ്തകത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല, CPM-നെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. എന്തായാലും നമുക്കത് രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നാളെ തന്നെ അറിയാൻ കഴിയും. വിനീഷിലേക്ക് വീണ്ടും പോകാം. വിനീഷ്, തുടരാം. എന്തായാലും EP-യുടെ ആത്മകഥാംശമടങ്ങിയ ഭാഗങ്ങൾ പുറത്തു വന്നതിലൂടെ വലിയ പ്രതിരോധത്തിൽ തന്നെ ആയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും. കാരണം രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഭാഷ തന്നെയാണ് ഇപിക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ച് സമയം മുമ്പുള്ള ഇപിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ ഇപിയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഇപിക്ക് നിന്നേ മതിയാകൂ. പാർട്ടിയുടെ സംസ്ഥാന നേതൃ പദവിയിലേക്ക്, നേരത്തെ ഉണ്ടായ ശക്തനായ പദവിയിലേക്ക് ഇപിക്ക് എത്തിയേ സാധിക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്കൽ ആണ് ഇതിന് പിന്നിൽ എന്ന ചില വാദങ്ങളൊക്കെ ചില CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇപി എടുത്തിരിക്കുന്ന നിലപാട്, ഒരു കടുത്ത CPM നേതാവ് ഏത് തരത്തിലാണോ പ്രതികരണം നടത്തുന്നത് ആ ഒരു കടുത്ത നിലപാടിലേക്ക് ഇപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തുന്നു.
പ്രത്യേകിച്ച് പാർട്ടിയെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് പൊതുസമൂഹത്തിൽ പറയുന്നതിനോടൊപ്പം ആ ഒരു നിലപാടിൽ ആ നിലപാട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് അത് പാർട്ടി അണികൾക്കിടയിൽ ഇപിയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന കൃത്യമായ ബോധ്യം ഇപിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പൊട്ടിക്കേണ്ട ബോംബ് നിലവിൽ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള നേതാവായി താൻ മുന്നോട്ട് പോകുമെന്ന ഒരു സൂചന നൽകുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി അണികൾക്കിടയിൽ ശക്തമായ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നിലപാട് വ്യക്തമാക്കുന്നു എന്നതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഇപിയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന നേതൃത്വവുമായി കഴിഞ്ഞ കുറെ കാലമായി ഇപി വലിയ രീതിയിലുള്ള അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്ന തലത്തിലേക്ക് എത്തുമ്പോഴും ഈ ഒരു DC ബുക്കിന് തന്റെ ആത്മകഥ പുറത്തിറക്കുന്നതിലൂടെ അത് പാർട്ടിക്ക് ചില കാര്യങ്ങൾ കോട്ടം വരുമെന്ന് പാർട്ടി നേതാക്കളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപി നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു മുന്നൊരുക്കമായിരുന്നു ഈ DC ബുക്കിലൂടെയുള്ള ഇപിയുടെ ഒളിയമ്പ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വോട്ടെടുക്കുന്ന ആ ഒരു ദിനത്തിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റാനും ഇപിക്ക് സാധിച്ചു. ഇനി ഇപി ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്. സംഭവം വലിയ ലഘൂകരിച്ചുകൊണ്ട് താൻ പറഞ്ഞിട്ടില്ല, താൻ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി DC ബുക്കിന് താൻ ചില കാര്യങ്ങൾ തന്റെ ആത്മകഥ എഴുതുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അനുമതി നൽകി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിലൂടെ ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ കൃത്യമായി ഇപിക്ക് അറിയാം. പാർട്ടിയിൽ ശക്തനാകാനുള്ള ഇപിയുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. ചില തന്ത്രങ്ങൾ നമുക്ക് മണക്കുന്നുണ്ട് അതിനകത്ത്. എങ്ങനെ ഒതുക്കി മാത്രമല്ല, അതെ വീണ, അത് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം വാക്യങ്ങൾ. പക്ഷേ DC ബുക്സ് മാറ്റിമറിക്കുമെന്ന് തോന്നുന്നില്ല. അതെ. ഈ മണിക്കൂറിൽ ബ്രേക്ക് ചെയ്ത ആദ്യ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കേരള സർവകലാശാലയിൽ വ്യാപക ക്രമക്കേട് എന്നുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. മാർക്ക് ലിസ്റ്റിലും അഡ്മിഷനിലും തിരിമറി നടത്തി സംശയമുനയിലാണ് SFI നേതാക്കൾ. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു. ജനം ബ്രേക്കിംഗ് ന്യൂസാണിത്. അഖിൽ പാലോട്ടുമഠം നൽകും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. അഖിൽ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ സർവകലാശാലകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അഡ്മിഷനിലും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് തിരുത്തുന്നതിലും ഒക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഒരു പടിയൂടി കടന്ന് ഇപ്പോൾ അത് SFIയുടെ നേതാക്കൾ തന്നെ നേരിട്ട് ബിനാമി പേരുകളിലും അതുപോലെ തന്നെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു ലഭിക്കുന്ന വിവരം. അതിൽ അധ്യാപകരും അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ നേതാക്കളും എല്ലാം തന്നെ ഇതിൻ്റെ പങ്കാളികളാണ് എന്നതുകൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള, അതായത് SFIയുടെ കായംകുളം ഏരിയ നേതാവായിരുന്ന നിഖിൽ തോമസിന്റെ അടക്കം അഡ്മിഷനിലൊക്കെ തന്നെ അത് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെനറ്റ് മെമ്പർമാരെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ SFIയുടെ ഏരിയ തലം മുതലും ജില്ലയിലും സ്റ്റേറ്റിലുമൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് കേരള സർവകലാശാലയിലേക്ക് സുഗമമായി ബിരുദാനന്തര ബിരുദത്തിലേക്കും PhDയിലേക്കും ഗവേഷണ പ്രബന്ധങ്ങളിലേക്കുമുള്ള ഇത് അവസരങ്ങൾ ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഗവർണർക്ക് നൽകുന്ന പരാതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവൻ പരാതിയും എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ പരാതിയിൽ തന്നെ ഓരോ പാരഗ്രാഫിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടതാണ് SFI നേതാക്കളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഗവർണർക്ക്. ചാൻസലർ കൂടിയായ ഗവർണർ ഇതിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഗവർണർക്ക് പുറമെ UGCക്ക് അടക്കം പരാതി നൽകാനും ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ തയ്യാറാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റു ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിയനിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് എന്നുണ്ടെങ്കിൽ ആ അധ്യാപകരെയോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ ഒന്നും തന്നെ ആ സർവകലാശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് കേരള സർവകലാശാലയ്ക്ക് അകത്ത് കാലങ്ങളായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സുഗമമായി ഇടതുപക്ഷ നേതാക്കൾക്ക് അല്ലെങ്കിൽ SFI നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ വ്യാപകമായ പരാതി ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പരാതി നൽകുന്നു. അതിന് തുടർച്ചയായി തന്നെ ഏകദേശം 22ഓളം പരാതികൾ ഇപ്പോൾ തന്നെ ഗവർണർക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. UGCക്കും അതുപോലെ തന്നെ 18ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക്
അറിയാൻ സാധിക്കുന്നത്. ഗവർണർക്കും UGCക്കും നൽകുന്ന പരാതികളുടെ പകർപ്പ് വെച്ച് ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, ശരി, എന്തായാലും വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഇനി നോക്കിക്കാണേണ്ടതാണ്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. ബാർ ഹോട്ടലുകളാണോ സ്കൂളുകളാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് ബാറ് തന്നെയാകും എന്നാണ് ഉത്തരം. അതെന്താണെന്ന് അറിയണമെങ്കിൽ തലസ്ഥാനത്തെ SMV സ്കൂളിനെ പറ്റി അറിയണം, അവിടുത്തെ കവാടത്തെ പറ്റി. നമുക്കിനി ഇത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുന്നതിന് അറിയില്ല. ഒരു കൗതുകം എല്ലാവരുടെ മനസ്സിലേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഈ വരാൻ പോകുന്ന വാർത്ത കണ്ടാൽ മനസ്സിലാകും വിദ്യാർത്ഥികളോടുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഒരു കരുതൽ. തിരുവനന്തപുരം MG റോഡിലെ ചരിത്രപ്രസിദ്ധമായ SMV സ്കൂൾ ഗേറ്റാണ് ഈ കാണുന്നത്. ഇതിന് പിന്നിൽ നിർമ്മാണത്തിലിരിക്കുന്നത് മറ്റൊരു ഗേറ്റും. പുതിയ ഗേറ്റ് നിർമ്മാണം എന്തിനാണെന്നല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ സ്കൂളിന്റെ നേർവശത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഈ കെട്ടിടം കൂടി കാണണം. പുതുതായി നിർമ്മിക്കുന്ന 3 സ്റ്റാർ ബാർ ഹോട്ടലിന് വേണ്ടിയാണ് ഈ സാഹസമത്രയും. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ നിന്നും 200 മീറ്റർ ദൂരത്ത് വേണമെന്നാണ് നിയമം. റോഡ് മുറിച്ച് കടന്നാൽ 20 മീറ്റർ ദൂരം പോലുമില്ല ബാറിലെത്താൻ. റോഡിന് മറുവശമായതിനാൽ ദൂരപരിധി കണക്കാക്കുന്നതാകട്ടെ ഓവർ ബ്രിഡ്ജിന് സമീപത്ത് കൂടി U-ടേൺ എടുത്തു വരുന്ന അളവ്. എന്നിട്ടും 200 മീറ്റർ കടക്കാത്തതിനാലാണ് ഗേറ്റ് പൊളിച്ചു മാറ്റാമെന്ന് തന്നെ തീരുമാനിച്ചത്. എത്ര മനോഹരമായ ആചാരം! നല്ല ചുടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഉറച്ച ബീമാണ് ഈ ഗേറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം ഇതിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് പൊളിച്ചു മാറ്റുന്നതെന്ന് പറഞ്ഞാൽ അതും ഒരു പൊള്ളയായ വാദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നഗരസഭയുടെ പുത്തൻ പരിഷ്കാരത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് മദ്യശാലയിലേക്ക് 200 മീറ്റർ വേണമെന്നുള്ള നടപടി നടപ്പാക്കാൻ വേണ്ടി കോർപ്പറേഷനും മേയറും ഇവിടെ നിന്ന് ആ ബാറിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് ഈ സ്കൂളിന്റെ ഗേറ്റ് തകർക്കാനും ഈ ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഗേറ്റ് തകർക്കാനും അതുപോലുള്ള നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പുതിയ ഗേറ്റ് പണിയാനുമുള്ള ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതിനെതിരെ ABVP കൃത്യമായിട്ടുള്ള സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോവും. മദ്യവിമുക്തമായ കിനാശ്ശേരിയാണ് തങ്ങളുടെ സ്വപ്നമെന്ന് നാടുനീളെ പരസ്യം നടത്തി പ്രചരിപ്പിച്ച പിണറായി സർക്കാർ ഭരിക്കുമ്പോഴാണല്ലോ ഇത്തരം സാങ്കേതിക പരിഷ്കാരങ്ങൾ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. LDF വരും, എല്ലാം ശരിയാകും. എന്തായാലും ഗേറ്റ് മാത്രമേ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടുള്ളൂ എന്ന കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. സാധാരണഗതിയിൽ സ്കൂളാണ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിടേണ്ടത്. എന്തായാലും നഗരസഭയ്ക്കും അതുപോലെ തന്നെ സർക്കാരിനുമെല്ലാം ഒരു ബിഗ് സല്യൂട്ട് ഇത്തരത്തിലുള്ള പുത്തൻ പരിഷ്കാരങ്ങൾക്ക്. ക്യാമറമാൻ രജിത് മോഹനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. അതെ, പ്രശാന്ത് പറഞ്ഞതുപോലെ സ്കൂൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ്. ഇല്ലെങ്കിൽ അതിനുവേണ്ടി ആ സ്കൂൾ തന്നെ പൊളിച്ചു മാറ്റാൻ. ഈ സ്കൂളിന്റെ ഒരുപക്ഷെ തിരുവനന്തപുരം നിവാസികൾക്ക് അറിയാമായിരിക്കും, ഈ സ്കൂളിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് മാറി തന്നെയാണ്. വളരെ വീതിയുള്ള റോഡ് കൂടിയാണ്. അത് വീണ്ടും അകത്തേക്ക് മാറ്റി പണിയുന്നത് എന്തിന് എന്ന സംശയം തലസ്ഥാന നിവാസികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാകും. സാങ്കേതികമായി കണക്കുകൾ നോക്കുമ്പോൾ നീളത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഇനി മേയർക്ക് തെറ്റില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോ കുട്ടിയും ആദ്യം കാണുന്നത് നേരെ കാണുന്ന ആ ബാർ ഹോട്ടൽ തന്നെയാണ്, തർക്കമില്ല. ഇനി അല്പം വിദേശകാര്യമാകാം അല്ലെ. US പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി മാർക്ക് റൂബിയോയെ നിയമിച്ച ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്ററാണ് റൂബിയോ. മാറ്റ് ഗേറ്റ്സ് ആകും പുതിയ അറ്റോർണി ജനറൽ. തുൾസി ഗബാർഡിനെ നാഷണൽ ഇന്റലിജൻസ് മേധാവിയായും ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ജനുവരിയിലാണ് അധികാര കൈമാറ്റം. ഔദ്യോഗിക ഫലപ്രഖ്യാപനം 2025 ജനുവരി 6-നാണ് ഉണ്ടാവുക. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും എന്നുമാണ് അറിയുന്നത്. നമുക്ക് ഏതായാലും ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഐസൺ, ഗുഡ് മോർണിംഗ്. ഐസൺ, എന്തൊക്കെ പുതിയ ഈ ട്രംപിന്റെ ടീമിൽ ആരൊക്കെയാണ് പുതുതായി ഇപ്പോൾ വരുന്നത്? എന്റെയൊക്കെ പ്രത്യേകതകളും എന്താണ്?
തീർച്ചയായും വീണ, ട്രംപിൻ്റെ ടീമിൽ മാറ്റ് ഗേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി എത്തുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെ ഒരു പ്രതിനിധിയായിരുന്നു, നോമിനേറ്റഡ് പ്രതിനിധിയായിരുന്നു. അദ്ദേഹം അത് രാജിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്തുന്നതിലെ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നിരവധിയായ നിയമനിർമ്മാണങ്ങളുടെ സാധ്യതകൾ വളരെ കൃത്യമായി ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ഇത് പറഞ്ഞു. അത് ഡ്രഗിൻ്റെ കാര്യത്തിലായാലും, അത് ഈ അതിർത്തികളിലൂടെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ നിർബാധം അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കുടിയേറ്റ വിഷയത്തിലും കർശനമായ നിലപാടുകൾ, അതായത് കുടിയേറ്റ വിഷയത്തിൽ കുടിയേറ്റക്കാരുടെ, അനധികൃത കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകില്ല എന്ന കർശനമായ ചില നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു പ്രതിരോധം അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ലോക വിഷയങ്ങളിൽ ഉൾപ്പെടെ എടുക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പിന്തുണ, കൃത്യമായ പിന്തുണ ആവശ്യമുണ്ട്. അത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുകൾ തങ്ങളുടെ അമേരിക്കയുടെ നിലപാടുകളായി മാറണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി കൂടിയാണ് മാറ്റ് ഗേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറ്റോർണി ജനറൽ ആക്കുന്നതോടുകൂടി ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. പിന്നീട് നേരത്തെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് തുളസി ഗബാർഡ് ഇൻ്റലിജൻസ് ഡയറക്ടറായും, അതുപോലെ തന്നെ പീറ്റ് ഹെക്സത്ത് നേരത്തെ തന്നെ ഡിഫൻസ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ മറ്റൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി നിയമിക്കപ്പെടുന്നുണ്ട്. വിദേശകാര്യ വിഷയങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവിധങ്ങളായ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി പേരെ നേരത്തെ തന്നെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഈ റിക്രൂട്ട്മെൻറ്റുകളിൽ നിന്നെല്ലാം തന്നെ ചില സന്ദേശങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. അത് ചൈന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്, റഷ്യയുമായി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ അന്താരാഷ്ട്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ട്രംപ് തൻ്റെ ടീമിലേക്ക് എടുക്കുകയാണ്. എലോൺ മസ്കിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുന്നവരെ, അല്ലെങ്കിൽ കൃത്യമായ ഒരു പുരോഗമനാത്മകമായ തീരുമാനങ്ങൾ എടുക്കുന്ന എലോൺ മസ്കിനെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന അതിവേഗ ഇൻ്റർനെറ്റ് സംവിധാനം എങ്ങനെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാൻ സാധിച്ചുവെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഭരണപരിഷ്കാരം, ഇഫക്റ്റീവായ ഭരണം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് എലോൺ മസ്കിനെ തിരഞ്ഞെടുത്തത്. അത്തരത്തിൽ നിരവധിയായ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളാണ് ഇന്നും നടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനുവരി 20-നാണ് അധികാര കൈമാറ്റം നടക്കുക. അതിന് മുന്നോടിയായുള്ള ചർച്ചകൾ ഇന്ന് ബുധനാഴ്ച ചർച്ചകൾ നടക്കും. അതായത് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുകയാണ്. ഈ അധികാര കൈമാറ്റം സംബന്ധിച്ച ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനെ പല ഇടപാടുകളും നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങളുടെ കൂടി ഒരു മുന്നൊരുക്കം തന്നെയാണ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച. ഇനി ജനുവരി 20-ന് അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ കൃത്യമായൊരു മാർഗം നിർദ്ദേശം ലഭ്യമാകുന്നതിനുള്ളൊരു ടീമിനെ അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ട്രംപ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിഷയങ്ങളിൽ നികുതി ഭാരം കുറയ്ക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമേറിയ ഇമിഗ്രേഷൻ വിഷയത്തിൽ കർശന നടപടികളുണ്ടാവും. അതിർത്തികൾ കൃത്യമായി സംരക്ഷിക്കുമെന്നീ നിലപാടുകളൊക്കെയുണ്ട്. അതിനൊക്കെ പിന്തുണ നൽകുന്ന ഒരു ടീം തന്നെയാണ് വീണ. ശരി ഐസ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ചരിത്രം രചിച്ച് കേരളത്തിൽ നിന്നുള്ള വനിതകളുടെ കൂട്ടായ്മയായ പെണ്ണില്ലം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 വനിതകൾ എഴുതി 62 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തു. കണ്ണൂർ ഇരിട്ടി കേന്ദ്രീകരിച്ചുള്ള പെണ്ണില്ലം എന്ന കൂട്ടായ്മയിൽ നിന്നുള്ള എഴുത്തുകാരാണ് പ്രകാശനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പുസ്തക പ്രകാശനങ്ങളാൽ സമ്പന്നമാണ് ഷാർജ പുസ്തകോത്സവം. ഇവിടെ ദിവസേന നിരവധി പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശനത്തിന് ഷാർജ പുസ്തകോത്സവ വേദി സാക്ഷ്യം വഹിച്ചു. കഥ, കവിത, നോവൽ, യാത്രാവിവരണം, ജ്യോതിഷം, പാചകം, ആയുർവേദം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ എഴുത്തുകളാണ് പെണ്ണില്ലം പുസ്തകങ്ങളാക്കിയത്. എഴുത്തിനെ സ്നേഹിക്കുന്ന വനിതകളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പെണ്ണില്ലത്തിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ പുസ്തകം കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കി. അന്ന് 40 പേരായിരുന്നു കൂട്ടായ്മയിൽ. പിന്നെ അത് വളർന്നു. അതോടെ 4ാമത്തെ എഴുത്ത് സംരംഭത്തിന്റെ പ്രകാശനം ഷാർജ പുസ്തകോത്സവത്തിൽ എന്ന സ്വപ്നത്തിലേക്ക് എത്തുകയായിരുന്നു. തുടക്കം എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇരിട്ടിയിൽ ആ ജീവിത പരിസരങ്ങളിലുള്ള ഇരിട്ടി ഏരിയയിലുള്ള ഒരു സാധാരണ ലെവലിലുള്ള കുറച്ച് എഴുത്തുകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സാരഥിയായ, ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറിയായ രാജി അരവിന്ദ് മാം തുടങ്ങി വെച്ച താച്ചി എന്നു പേരുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളിലെ
എഴുതാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കണമെന്നുള്ള ഒരു ഉദ്യമത്തിലാണ് ഇത് തുടങ്ങിയത്. വീട്ടമ്മമാരും സാധാരണ തൊഴിലെടുക്കുന്നവരും തൊട്ട് PhD-ക്കാർ വരെ പെണ്ണില്ലത്തിലെ അംഗങ്ങളാണ്. പലരും ഒന്നിലേറെ പുസ്തകങ്ങൾ എഴുതിയവരുമാണ്. പരസ്പരം കാണാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 പേരും ഒരേ മനസ്സോടെ ചിന്തിച്ചതുകൊണ്ടാണ് 62 പുസ്തകങ്ങൾ എന്ന ആശയത്തിലെത്തിയത്. നമ്മുടെ സാഹിത്യരംഗത്ത് അക്ഷരങ്ങളുടെ ശക്തി മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. അവരെ ചേർത്ത് പിടിച്ചോ, അവരുടെ സൃഷ്ടികൾ വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അംഗൻവാടി വർക്കേഴ്സുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, എഴുതാൻ വരയ്ക്കാൻ കഴിയുന്നവരുണ്ട്, സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഒരു പുസ്തകം പോലും എഴുതാതിരുന്നിട്ട് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട്. 25 പുസ്തകം എഴുതിയ ആൾക്കാരും അതിനകത്തുണ്ട്. പെണ്ണില്ലം എഴുത്തിടം എന്ന പേരിൽ ഒരു പബ്ലിക്കേഷൻസും പെണ്ണില്ലം എന്ന പേരിൽ ഒരു വാട്സപ്പ് റേഡിയോയും ഇവർക്കുണ്ട്. എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആർക്കും പെണ്ണില്ലത്തെ സമീപിക്കാമെന്ന ഉറപ്പും ഇവർ നൽകുന്നു. മലയാള സാഹിത്യത്തിന്റെ ഭാവി ശോഭനമാക്കാൻ ഇതുപോലുള്ള എഴുത്തുകാർ ഇനി കടന്നു വരട്ടെ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ഓക്കെ, നമുക്കിനി ഒരു രാജ്യാന്തര വാർത്ത കൂടിയുണ്ട്. അതായത് ഇസ്രായേലുമായി ഒരു ബന്ധങ്ങളും തുടരില്ല എന്ന തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കുന്നുവെന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ അവർ നിർത്തലാക്കിയിരുന്നു. തുർക്കി അംബാസഡറെ ഇസ്രായേലിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐസൺ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ഐസൺ, എന്താണ് ഈ ഒരു പുതിയ നീക്കം? വീണ, തീർച്ചയായും ഈ നീക്കത്തിന് പിന്നിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നതല്ലാതെ കൃത്യമായൊരു ഈ കാരണം നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൗദിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനത്തിലിരുന്ന് മാധ്യമപ്രവർത്തകരോട്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളും നിർത്തിവെക്കുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ മെയ് മാസത്തിൽ ഇത്തരത്തിലുള്ള ട്രേഡ് റിലേഷനുകളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അംബാസഡറെ പിൻവലിച്ചിരുന്നു. എങ്കിലും ചില സംവിധാനങ്ങൾ അവിടെ അറ്റാഷകളുടെ എല്ലാം സാന്നിധ്യത്തിൽ അവിടെയുള്ള എംബസി പ്രവർത്തിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെക്കുക, നയതന്ത്ര ബന്ധം നിർത്തിവെക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ടർക്കി എത്തിയിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യമാണ് ഇതിന് പിന്നിലെന്നത് ഇനിയും കുറേ കൂടി വ്യക്തമായി പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു പ്രശ്നം. ഈ ടർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വിഷയം സ്വാഭാവികമായും പാലസ്തീനുമായുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഗാസയും തമ്മിലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെ വിഷയങ്ങളുണ്ട്. നിരവധിയായ വിഷയങ്ങളിൽ പല നിലപാടുകൾ ഈ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശനമായൊരു നീക്കത്തിലേക്ക് ഈ രാജ്യം കടക്കുന്നു എന്ന ഒരു നിലപാട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് ഇനി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്രായേലിനൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ മറ്റ് ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഈ അടിയന്തരമായി ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കറിയാവുന്നതാണ്. മെയ് മാസത്തിൽ സ്വാഭാവികമായും വാണിജ്യ ബന്ധങ്ങൾ നിർത്തിവെച്ചിരുന്നു, അല്ലെങ്കിൽ കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. അതൊരു വലിയ വിഷയമായി തന്നെ വരികയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങളും പല അന്താരാഷ്ട്ര ധാരണകളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ധാരണകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റെ ധാരണകൾ, അത്തരത്തിലുള്ള നിരവധിയായ ധാരണകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു. ഡിഫൻസുമായി ബന്ധപ്പെട്ട ചില സപ്ലൈസുമായുള്ള ധാരണകളും ഇസ്രായേലുമായി ഉണ്ടായിരുന്നു എന്നാണ് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. ഇതെല്ലാം ഒറ്റയടിക്ക് നിർത്തിവെക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ തയ്യിബ് എർദോഗൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം വളരെ കൃത്യമായി ലോകത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരിയായി സർ. നമ്മളിനി നേരെ ഗൗതമിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു നീക്കത്തിലേക്ക് ബംഗ്ലാദേശ് ഭരണകൂടം കടന്നിരിക്കുകയാണ്. തികച്ചും നിർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്കോൺ ഭീകര സംഘടന എന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ ഭാഷ്യം. ഇസ്കോൺ പ്രചാരകന്മാർക്കെതിരെ രാജ്യദ്രോഹ കേസെടുത്തു. ബംഗ്ലാദേശ് സർക്കാരിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ്. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, നേരത്തെ ഈ കലാപം നടക്കുന്ന ഘട്ടത്തിലും ബംഗ്ലാദേശിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. ഈ കലാപത്തിൽ മാത്രമല്ല, കഴിഞ്ഞ നവരാത്രി ആഘോഷം 2023 നവരാത്രി ആഘോഷ വേളയിൽ
ധാക്കയിൽ ഉൾപ്പെടെ നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയതാണ്. ഇന്നിപ്പോൾ ബംഗ്ലാദേശ് പോലീസിന്റെ ഭാഷ്യമാണ് വളരെ ശ്രദ്ധേയം. അടുത്തിടെ നടന്ന കലാപങ്ങൾക്കൊക്കെ പിന്നിൽ ഇസ്കോണിന്റെ പ്രചാരകന്മാരും ഇസ്കോൺ എന്ന സംഘടനയ്ക്കും ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പോലീസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഇസ്കോണിന്റെ നിരവധി പ്രചാരകന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ബംഗ്ലാദേശിൽ ചുമത്തുന്നുവെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇസ്കോണിനെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 രാഷ്ട്ര വിഭജന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ 29% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് കേവലം 9% ചുരുങ്ങുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരം നിലനിൽക്കുന്ന ഹിന്ദു സമൂഹത്തെയെങ്കിലും ബംഗ്ലാദേശിൽ തുടർന്ന് ജീവിക്കുവാനും അവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒക്കെ ഏർപ്പെടുന്ന സംഘടനയാണ് ഇസ്കോൺ. അല്ലെങ്കിൽ ഇസ്കോണിന്റെ പ്രവർത്തനം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റുകൾ വർഷങ്ങളായി നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ അവർക്ക് താങ്ങായി നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ. ഇപ്പോൾ അങ്ങനെയുള്ള ഇസ്കോണിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ വളരെ മുൻപ് തന്നെ ഇസ്കോണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയും മറ്റും ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള ആഹ്വാനം രാജ്യത്തെ എല്ലാ ഇസ്കോൺ ക്ഷേത്രങ്ങളും അടിയന്തരമായി അടച്ചു പൂട്ടണം എന്നുള്ളതായിരുന്നു. കാരണം ഹിന്ദു സമൂഹത്തിന് താങ്ങായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഇസ്കോണിനെ ടാർഗറ്റ് ചെയ്തത്. സ്വാഭാവികമായും ഈ ജമാഅത്തെ ഇസ്ലാമി ഇസ്കോൺ ക്ഷേത്രങ്ങൾ അടച്ചു പൂട്ടണമെന്ന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പോലീസ് തന്നെ ഔദ്യോഗികമായിട്ട് ഇസ്കോണിന് ഇത്തരത്തിൽ ഭീകര സ്വഭാവമുണ്ടെന്നും ഇസ്കോണിന്റെ പ്രചാരകന്മാർ അടുത്ത കാലത്ത് നടന്ന കലാപങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ ഈ സംഘടനയ്ക്കെതിരെ അഴിച്ചുവിടുന്നത്. രോഹിണി. അതെ, തീർച്ചയായും ബംഗ്ലാദേശിൽ എന്തായാലും മതഭീകരത ഇങ്ങനെ നടമാടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവവും മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ സ്വകാര്യ കമ്പനികൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞവ. കാലപ്പഴക്കമേറിയ ഉപകരണങ്ങൾ വഴി രോഗികൾക്കുണ്ടാകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. വിതരണം വ്യാപകമായതോടെ നിർത്തിവെക്കാൻ ഡ്രഗ് കൺട്രോളിന്റെ നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നു. ജനം ബ്രേക്കിംഗ്. രശ്മി കാർത്തിക ചേരുന്നു ഈ വാർത്ത തയ്യാറാക്കിയ. രശ്മി, ഗുഡ് മോർണിംഗ്. വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഇങ്ങനെ ഈ കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കുക വഴി ആദ്യം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രി വിട്ടുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ആരോഗ്യരംഗത്തെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയ വിതരണം. ഈ വിതരണം വ്യാപകമായതോടെ നിർത്തിവെക്കാൻ കൂടി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു അതിര് കടന്നു പോയിരിക്കുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ്. രശ്മി. ഗുഡ് മോർണിംഗ് വീണ. നമ്മൾ ഈ മരുന്നുകൾ കാലപ്പഴക്കം ചെയ്തതൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്നു, അത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ. ഇത് മെഡിക്കൽ ഉപകരണങ്ങളാണ്, മെഡിക്കൽ ഡിവൈസുകളാണ്. സംസ്ഥാനത്ത് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലും വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളാണിവ. അതായത് കഴുത്തിലൊക്കെ നമ്മൾ സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഫിലാഡൽഫിയ കോളർ, അതോടൊപ്പം തന്നെ കൈകളിലും കാലുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന, കൈ ഒടിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ ബാഗ് ധരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ബാഗുകൾ പലപ്പോഴും മുറിവുകളൊക്കെ സർജറിക്കൊക്കെ ശേഷം പുറമേ ആയിരിക്കും ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ കരുതും. കാരണം ശരീരത്തിന് പുറത്തല്ലേ ഇവ ഉപയോഗിക്കുക. അതുകൊണ്ട് അതിന് കാലപ്പഴക്കമൊക്കെ പ്രശ്നമുണ്ടോ, എക്സ്പയറി ഡേറ്റ് പ്രശ്നമുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉയരാം. പക്ഷേ അതിന് നിർബന്ധമായും എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും വേണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ചട്ടം. കാരണം ഈ സർജറിക്ക് ശേഷം ഇത്തരത്തിൽ അതിന് പുറത്തൊക്കെ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ കാലപ്പഴക്കമൊക്കെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ഇത്തരം ഉപകരണങ്ങളിൽ. പക്ഷേ സംസ്ഥാന വ്യാപകമായി അത് ഈ അടുത്തൊന്നുമല്ല, കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇത് എത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തും എറണാകുളം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും ഡ്രഗ് കൺട്രോളർ ഇതിന്റെ ഒരു വിതരണം വ്യാപകമായതോടുകൂടി ഇത് നിർത്തിവെക്കാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ചില സ്വകാര്യ കമ്പനികളാണ് വ്യാപകമായി മെഡിക്കൽ സ്റ്റോറുകളിലും ആശുപത്രികളിലും ഇത്തരം ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് മാത്രമേ ഉള്ളൂ, എക്സ്പയറി ഡേറ്റ് എന്നാണ് എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വ്യാപകമായി ഇത് നിർത്തിവെക്കാൻ ഡ്രഗ് കൺട്രോളിന്റെ നിർദ്ദേശം നൽകിയിട്ട് പോലും
ഇത് വ്യാപകമായി ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആയിരങ്ങളാണ് ഈ പ്രതിദിനം ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ഒക്കെ വില കൊടുത്ത് വാങ്ങുന്നത്. ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ, അതായത് നമ്മൾ ഈ ഏതെങ്കിലുമൊക്കെ കൈയൊടിഞ്ഞോ അല്ലെങ്കിൽ മുറിവിനൊക്കെ ഇത് ഭേദമാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, അത് സ്കിൻ ഇൻഫെക്ഷൻ, ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും എന്നുള്ളതാണ്. ഇത്തരം ഉപകരണങ്ങൾ കേടാക്കാത്തത് കൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് ഇത് മാറ്റി ഇവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് അടിയന്തരമായിട്ടൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഉപകരണങ്ങളാണ് ഇവ. പക്ഷേ ഇതുവഴി ഉണ്ടാക്കുന്നത് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ആ മുറിവ് ഇൻഫെക്റ്റഡ് ആവുന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് ആ കണ്ടെത്തൽ. ഡ്രഗ് കൺട്രോളറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും അതിനുശേഷവും ഇത് കഴിഞ്ഞ 5-ാം തീയതി ഉൾപ്പെടെ ഈ നിർദ്ദേശം എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും വ്യാപകമായി ഇത് വിപണിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ. ശരി രശ്മി. തിരുവനന്തപുരം ജില്ലയിൽ ABVP ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം SMB ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ പുതിയ ബാർ പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകുന്നതിനെതിരെ ABVP നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ SFIയും DYFIയും അക്രമം അഴിച്ചുവിട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ആവേശം. നമ്മൾ കണ്ടതാണ് വയനാട് നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം അത്ര കണ്ട് കുറഞ്ഞു എന്ന വാർത്ത. കാരണം അത് LDF UDF കക്ഷികൾക്കെതിരെയുള്ള ജനവികാരം ആണ് എന്ന് NDA കണക്ക് കൂട്ടുകയാണ്. BJPയുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് എന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളതെന്നും BJP ജില്ലാധ്യക്ഷൻ പ്രശാന്ത് മലവയൽ ജനം TVയോട് പറഞ്ഞു. അതേസമയം ചേലക്കരയിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അർജുൻ PS ചേരുന്നുണ്ട് നമ്മളൊപ്പം. അർജുൻ, ഈ പോളിംഗ് ശതമാനം ലഭ്യമായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ എന്താണ് ഈ മുന്നണികളുടെ എല്ലാം? കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാണെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വയനാടൻ ജനത ഇത്തരത്തിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് വളരെ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വയനാട്ടിലെ പോളിംഗ് എന്ന് പറയുന്നത് 73.48%. എന്നാൽ ഇത് 64%, അതായത് 64.95%. അത്രത്തോളം പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പോളിംഗ് കുറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് 2019 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 7,63,063 വോട്ടായിരുന്നു. അന്നും പോളിംഗ് എന്ന് പറയുന്നത് 80% ഉണ്ടായിരുന്ന പോളിംഗ് ആയിരുന്നു. പിന്നെ 2024 ആ പോളിംഗ് ശതമാനം 73 ആവുകയും അവിടെ രാഹുൽ ഗാന്ധിക്കുള്ള വോട്ട് 6,47,445 വോട്ടാവുകയും ചെയ്തു. ഇവിടെ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നത് K സുരേന്ദ്രനാണ്, അല്ലെങ്കിൽ BJP ആണ്. അത്തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കി NDA ആണ് നേട്ടമുണ്ടാക്കിയത്. അതായത് 2019 ആ ഒരു ശതമാനത്തിൽ 80% തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,816 വോട്ടാണെങ്കിൽ സുരേന്ദ്രൻ 2024 നേടിയത് 1,41,045 വോട്ടുകളാണ്. ഏകദേശം 40,000 വോട്ടുകൾക്ക് അധികം നേടിക്കൊണ്ട് സുരേന്ദ്രൻ വലിയ രീതിയിൽ ഒരു NDA തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വയനാട്ടിൽ കാണുവാൻ സാധിച്ചത്. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ രണ്ട് തവണയും കാണുന്നില്ല. 2019 PP സുനീറാണ് CPIക്ക് വേണ്ടി അല്ലെങ്കിൽ LDFന് വേണ്ടി മത്സരിച്ചത്. CPI നേതാവാണ്. 2,74,597 വോട്ടാണ് 2019 PP സുനീറിന് കിട്ടിയതെങ്കിൽ ആനി രാജയ്ക്ക് 2024 കിട്ടുന്നത് 2,83,023 വോട്ടാണ്. അതായത് വെറും 10,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അത്തരത്തിലാണെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് NDA ക്യാമ്പിന്റെ വിശ്വാസം. മാത്രമല്ല MPക്കെതിരെയുള്ള കേരള സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞതിന് കാരണം എന്നുള്ളതാണ് NDA വിലയിരുത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ മണ്ഡലം ഉപേക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വയനാട് മണ്ഡലത്തിലും റായ്ബറേലിയും മത്സരിക്കുകയും പിന്നീട്
വയനാട് ഉപയോഗിച്ച് റായ്ബറയിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ തന്നെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ പ്രിയങ്ക വരുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തോടെയുള്ള പ്രചാരണമൊക്കെ ആയിരുന്നു UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. കുട്ടി ആഘോഷം കൊണ്ടുള്ള ആ പ്രചാരണം തന്നെയായിരുന്നു. 2019 രാഹുൽ എങ്ങനെയാണോ മണ്ഡലത്തിലേക്ക് വന്നത്, ആ സമയത്തുള്ള പ്രചാരണം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണം തന്നെയാണ് UDF 2024 ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണിച്ചത്. പക്ഷേ ആ ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോളിംഗ് ഡേയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. എന്നിരുന്നാൽ തന്നെയും NDA വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാഴ്ചവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാഴ്ചവെച്ചു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നവ്യ ഹരിദാസിനെ തന്നെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിൽ കളം പിടിക്കാൻ NDAക്ക് സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LDFന്റെ സ്ഥാനാർത്ഥിത്വമാണ്. LDFന്റെ CPI നേതാവ് സത്യൻ മൊഗേരിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം സത്യൻ മൊഗേരിക്ക് കണ്ടിരുന്നില്ല. CPM അടക്കമുള്ളവർ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രചാരണത്തിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ചേലക്കരയിലേക്ക് വരികയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അതായത് ചേലക്കരയിൽ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളത് നമുക്ക് പറയാം. കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ചേലക്കരയിൽ ഉണ്ടായിരുന്നില്ല. അതായത് 72.77% പോളിംഗ് ആണ് മണ്ഡലത്തിൽ നടന്നത്. അതായത് അത്തരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കുറവ് ഈ പോളിംഗിൽ നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് ബാലകൃഷ്ണൻ. അതായത് NDA സ്ഥാനത്ത് ബാലകൃഷ്ണൻ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള തീർച്ചയായും എന്തായാലും വയനാട്ടിലെ പോളിംഗ് ശതമാന കണക്കുകൾ കുറയുമ്പോൾ NDA ക്യാമ്പിന് ആത്മവിശ്വാസം തന്നെയാണ്. LDF UDF ക്യാമ്പുകളിൽ ആശങ്കയും നിഴലിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തിൽ ഇതുവരെ സ്ത്രീകൾ കൈവയ്ക്കാത്ത ഒരു മേഖലയിലേക്ക് കടന്നുവന്ന് ചരിത്രമായ ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സംസ്ഥാനത്തെ കളക്ടറേറ്റിലെ ആദ്യത്തെ വനിതാ ദഫേദാർ ചേർത്തല സ്വദേശി K സിജിയാണ് ആലപ്പുഴ കളക്ടറുടെ ദഫേദാറായി നിയമിതയായത്. കഴിഞ്ഞ 20 വർഷമായി ആലപ്പുഴ കളക്ടറുടെ ചേംബറിൽ ഓഫീസ് അസിസ്റ്റന്റാണ് സിജി എന്ന ചേർത്തലക്കാരി. പക്ഷേ ഇന്നലെ മുതൽ സിജി ഡഫേദാർ സിജിയാണ്. വെള്ള ചുരിദാറിന് കുറുകെ സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം ധരിച്ച് പുതിയ ദൗത്യം സിജി ഏറ്റെടുത്തു കഴിഞ്ഞു. സർവീസ് കാലാവധി അവസാനിക്കാൻ 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പുതിയ നിയോഗം സിജിയെ തേടിയെത്തുന്നത്. മുൻ ഡഫേദാറിന് ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ ഡഫേദാർ തസ്തികയിലേക്ക് സിജി അപേക്ഷിക്കുകയും കളക്ടർ അലക്സ് വർഗീസ് പരിഗണിക്കുകയും ചെയ്തതോടെയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഡഫേദാറായത്. അദീല മാഡം ഉള്ളപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അദീല മാഡം അപ്പോൾ ഒരു ലേഡീസ് സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങോട്ട് എടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പം ഇവിടെ തന്നെയാണ് ഞാൻ. സന്തോഷമാണ് തോന്നിയത്. കാരണം ആരും വരാത്തൊരു ഫീൽഡിലേക്കല്ലേ വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ തൊട്ടേ ഞാനിവിടെ അഫ്സലിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നേരത്തെ അഫ്സൽ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. 1996-2001 കാലയളവിൽ 56 കിലോഗ്രാം വിഭാഗത്തിൽ പവർ ലിഫ്റ്റിംഗ് രാജ്യാന്തര മത്സരങ്ങളിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ച സിജി കായിക മികവിനുള്ള GV രാജ പുരസ്കാരം നേടിയിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലാണ് 20 വർഷം മുമ്പ് ജോലി ലഭിച്ചത്. ഓഫീസ് അസിസ്റ്റന്റ് റാങ്കിലുള്ള തസ്തികയാണ് ഡഫേദാർ. കളക്ടർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും കളക്ടറെ കാണാൻ എത്തുന്നവരെ ചേംബറിലേക്ക് കടത്തിവിടുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഡഫേദാറുടെ ജോലി. കളക്ടറുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്തതുകൊണ്ട് തൊട്ടു മുൻപുള്ള ഡഫേദാറിൽ നിന്ന് സിജി കാര്യങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇനി 6 മാസക്കാലം ഡഫേദാറായി സിജി ആലപ്പുഴ കളക്ടറേറ്റിലുണ്ടാകും. ജനം, ആലപ്പുഴ. മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ പ്രചാരണം കത്തിക്കയറുകയാണ്. ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്.
മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഇന്നലെ ജാർഖണ്ഡിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെല്ലാം ആവേശമായി പ്രധാനമന്ത്രി മാറുന്നതാണ് കണ്ടത്. ഇന്നിപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു ഈ ആദ്യഘട്ടം കഴിഞ്ഞതോടെ പ്രചാരണം? വീണ, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇനി പരസ്യപ്രചരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് 4 ദിവസങ്ങൾ മാത്രമാണ്. 20-ാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായി 288 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിൽ 81 മണ്ഡലങ്ങളാണ്. അതിൽ 43 ഇന്നലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 38 മണ്ഡലങ്ങളാണ് ശേഷിക്കുന്നത്. അവിടെയും 20-ാം തീയതി 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. അതിനാൽ ഈ 2 സംസ്ഥാനങ്ങളിലും പരസ്യപ്രചരണം 18-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതിനാൽ 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടുതൽ ശക്തമാവുകയാണ്. ജാർഖണ്ഡിൽ ഇന്നലെ വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് പൂർത്തിയായി എന്നത് ശ്രദ്ധേയമാണ്. കാരണം മുൻകാലഘട്ടങ്ങളിലൊക്കെ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ നടത്തുകയും വോട്ടെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡൊക്കെ. എങ്കിൽ ഇന്നലെ ഒരു അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്യാതെയാണ് സംസ്ഥാനത്ത് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായി പൂർത്തിയായത്. മാത്രമല്ല 65% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. കാരണം സമാധാന അന്തരീക്ഷം വന്നതോടുകൂടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ കൃത്യമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും അവർ വോട്ട് ചെയ്യാൻ എത്തുന്ന പശ്ചാത്തലമൊക്കെ രൂപപ്പെട്ടിരുന്നു. അതിനാൽ ആദ്യ ഘട്ടത്തിലെ ഈ മികച്ച പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അതിനാൽ ആ ആത്മവിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 2ാമത്തെ ഘട്ടത്തിന്റെ പ്രചരണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലാണ് BJP റാലികളിൽ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജാർഖണ്ഡിലാണ് ഉള്ളത്. അദ്ദേഹം 3 BJP റാലികളിൽ ജാർഖണ്ഡിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും 18-ാം തീയതി പ്രചരണം അവസാനിക്കാനിരിക്കെ ഈ 2 സംസ്ഥാനങ്ങളിലും തീവാർന്ന പ്രചരണം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള വിശാലമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതിനാൽ അവിടെ ഭരണം പിടിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി BJP ആണെങ്കിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ആണെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്ന മഹായുതി സർക്കാർ BJP നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ഈ 2 മുന്നണികൾക്കും ഇത് അഭിമാന പ്രശ്നമാണ്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് വളരെ ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഉൾപ്പെടെ ജാർഖണ്ഡിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടുത്തെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവ ചർച്ചയായിരുന്നു. അതിനാൽ അവിടെയും ഇന്ത്യ മുന്നണിയും BJPക്കും ഇടയിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിന്റെ ചൂട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും കാണാൻ കഴിയുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ഗൗതം. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോകാൻ പ്ലാനുള്ളവരുണ്ട് എങ്കിൽ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ ഇതിനു മുമ്പ് പോയി കണ്ടിട്ടുള്ള ചിലർ അവിടുന്ന് പോയിട്ടുമുണ്ട്. കർണാടകയിലെ ഷിമോഗയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഷിമോഗ മൃഗശാലയിൽ നിന്നാണ് കുറുക്കനും മുതലയും കഴുതപ്പുലിയും അടക്കമുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നത്. ആനിമൽ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മുള്ളൻ പന്നി, ചീങ്കണ്ണി, സൺ കോണിയൂർ തത്ത എന്നിവയെ ഷിമോഗയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഷിമോഗയിലെ കൂട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നതിന്റെ എല്ലാ ഐശ്വര്യവും കുറുക്കന്റെയും കഴുതപ്പുലിയുടെയും മുഖത്തുണ്ട്. 3 ദിവസം മുമ്പ് കർണാടകയിൽ നിന്ന് മൃഗങ്ങളുമായി പുറപ്പെട്ട വാഹനം 10:30 തിരുവനന്തപുരം മൃഗശാലയിലെത്തി. പിന്നീട് ഓരോരുത്തരായി കൂട്ടിലേക്ക്. അടുത്തിടെ പണി കഴിപ്പിച്ച ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് പുതിയ അതിഥികളെ മാറ്റിയത്. മരുന്നും ഭക്ഷണവും എല്ലാം നൽകി 21 ദിവസത്തിനു ശേഷം കാഴ്ചക്കാർക്ക് കാണാനായി തുറന്ന കൂട്ടിലേക്ക് വിടും. 3 കഴുതപ്പുലി, 2 മാഗർ മുതല, 2 കുറുക്കൻ, മരപ്പട്ടി 2 എണ്ണം. ഇത്രയുമാണ് ഷിമോഗയിൽ നിന്ന് എത്തിയ അതിഥികൾ. ഓഗസ്റ്റിലാണ് ഞങ്ങളിത് പരിപാടി തുടങ്ങിയത്, ആരംഭിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും പിന്നെ സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതിക്കും ഒക്കെ ആയിട്ട് കുറച്ച് സമയമെടുത്തു. പിന്നെ അവിടുന്ന് ഒരു ടീം വന്നു. നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്യുന്ന അനിമൽസിൻ്റെ എല്ലാം കണ്ടു, ബോധ്യപ്പെട്ടു. അവർ തിരികെ പോയി. പിന്നെ ഞങ്ങളുടെ ടീം അവിടെ പോയി അവിടുത്തെ അനിമൽസിനെയും നിരീക്ഷിച്ചു നമുക്ക് ആവശ്യമുള്ളവയെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത്. ഏതായാലും വിജയകരമായിട്ട് അനിമൽ ട്രാൻസ്പോർട്ടേഷനും നടന്നു, ഷിഫ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. മുള്ളൻ പന്നി, ചീങ്കണ്ണി, കഴുതപ്പുലി, സൺ കോണിയൂർ തത്ത എന്നിവയെ ഷിമോഗയിലേക്ക് കൈമാറും. അനിമൽ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി കൂടുതൽ മൃഗങ്ങളെ എത്തിക്കാനും അധികൃതർ ആലോചിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.
പ്രസാദ് നെന്മാറ പറയുന്നു, വാർത്താവതരണത്തിനിടയിൽ മുക്കലും ചുമയ്ക്കലും ഒന്നും പാടില്ല എന്നുള്ളത്. ഞാൻ 2 ആഴ്ച മാറി നിന്നു ഈ ചുമ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ചുമ കേട്ടിട്ടാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു ചില സമയങ്ങളിൽ പെട്ടെന്ന് 2 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, ചെറിയ രീതിയിലൊക്കെ ചെറിയ ചുമയൊക്കെ തത്സമയമാണല്ലോ, ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തായാലും വീണ, ഇത് നമ്മുടെ ജനം കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ പിറന്നാൾ ദിനമാണ്. CG ഉമേഷിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. ന്യൂസ് ഫ്ലോറിലൊക്കെയും ഇഷ്ടം പോലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമാണ്. CG ഉമേഷിന്റെ പിറന്നാളാണിന്ന്. നമുക്ക് ആശംസകൾ നേരാം ഒരുമിച്ച് പ്രേക്ഷകർക്കും നമുക്കും. ഹാപ്പി ബർത്ത്ഡേ ഉമേഷ്. ഇടയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകിയപ്പോൾ വീണ്ടും ജനം TV ഡെസ്കിൽ സജീവമായി ഉമേഷുണ്ട്. ശരി, ഓക്കെ, മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനെന്ന പേരിൽ ബിരിയാണി ചലഞ്ച് തട്ടിപ്പ് നടത്തിയ പ്രതിക്ക് ജാമ്യമെടുക്കാൻ വ്യാജരേഖ ചമച്ചതായി പരാതി. CPM നേതാക്കൾ വ്യാജരേഖ ചമച്ചത് കായംകുളം CPM മുൻ നേതാവ് സിബി ശിവരാജന്റെ ജാമ്യത്തിന്. CPM ബ്രാഞ്ച് സെക്രട്ടറിയായ വനിതാ പഞ്ചായത്ത് അംഗമാണ് വ്യാജ കരമടച്ച രസീത് ഹാജരാക്കിയത്. നിഷ ദിലീപ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നിഷ, എന്താണ് വിശദാംശങ്ങൾ? നമുക്ക് നിഷയിലേക്ക് എത്താം. എന്തായാലും സാധാരണക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അല്ലേ വീണ? കാരണം ഈ ദുരിതക്കയത്തിൽ നിൽക്കുന്നവരെ രക്ഷിക്കാൻ എന്ന പേരിലാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ ബിരിയാണി വാങ്ങാനായി എത്തിയിരുന്നു എന്നുള്ളതാണ്. ആ പണം മുഴുവൻ തട്ടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം മനുഷ്യത്വരഹിതമായ കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊടുവിലായി ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവർക്ക് ജാമ്യം നേടുന്നതിനായി അതുപോലും വ്യാജരേഖ മറ്റൊരു തട്ടിപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മൂല്യച്യുതിയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ കാലങ്ങളായി പ്രധാന പരിപാടികൾ നടന്നിരുന്ന ഒരിടമാണ് ടൗൺ ഹാൾ. ഒട്ടേറെ പ്രശസ്തർ എത്തിയിട്ടുള്ള വേദി. എന്നാൽ എന്താണ് ഇപ്പോൾ ആ ടൗൺ ഹാളിന്റെ സ്ഥിതിയെന്ന് കാണാം. ശിവദാസ് ഭായ്, നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചർച്ച ജനസഭയെ വീണ്ടും പാലക്കാട് വരുന്നുണ്ടെന്ന്. നമുക്ക് അതിനൊരു സ്ഥലം നോക്കാൻ പോയാലോ? പിന്നെന്താ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. ഞാൻ ഇത് വരുന്നു. പയ്യെ പോട്ടാ, വീഴത്തില്ലേ? അപ്പോൾ ഇതാണ് പാലക്കാട് കോട്ട മൈതാനം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ നഗരസഭ ഇൻ്റർലോക്കൊക്കെ പതിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പുറത്ത് വേണമെങ്കിൽ നല്ല പുല്ലൊക്കെ ആയിട്ടുണ്ട്. ഇത് രണ്ടിലെവിടെയും ജനസഭ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മഴ തുടർച്ചയായിട്ട് തന്നെ പെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പണി പാടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടൗൺ ഹാൾ, ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ടൗൺ ഹാൾ ഉണ്ടായിരുന്നു, നമുക്ക് അതൊന്ന് നോക്കിയാലോ? ടൗൺ ഹാളല്ലേ? നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? കാണിച്ചു തരാം. വണ്ടി കയറുക? വണ്ടി കയറാം. വർത്താനൊക്കെ പറഞ്ഞ് കയറാൻ നോക്കി സംസാരിച്ചേ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ടൗൺ ഹാള്. പണിതിട്ടും പണി തീരാത്ത കെട്ടിടം. നമ്മുടെ ഷാഫി പറമ്പിൽ ഇപ്പം ശരിയാക്കി തരാറ് പൊളിച്ചിട്ടാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു, സംഭവം ഒരനക്കവുമില്ല. നമ്മുടെ ചെയർപേഴ്സൺ വരുന്നുണ്ടല്ലോ, അതാ നമുക്ക് അവരെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ടൗൺ ഹാളിൽ. എന്ത് പറ്റി? നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നാണോ? എന്ത് പറ്റി?
ഞങ്ങൾ നമ്മുടെ ഈ ജനസഭ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ടൗൺ ഹാളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കുക. അയ്യോ, ഈ ടൗൺ ഹാളിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ജനസഭ വെച്ചാൽ ഞങ്ങൾക്ക് കൂടെ നാണക്കേടാണ്. കാരണം 2014 നമ്മുടെ MLA 3.5 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 18 വരെ കാത്തു നിന്ന് 18 വരെ വരുമാനം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിന്നു. അവസാനം നിർബന്ധപൂർവ്വം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ 2018 പൊളിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് 3.5 കോടി രൂപയുടെ പൈസ ഇനി മുഴുവൻ തന്നിട്ടില്ല. ഇത് അനാഥമായിട്ട് കിടക്കുകയാണ്. ഇത് ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് വലിയൊരു വരുമാന നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അങ്ങനെയാണെന്ന് അറിയാലോ. മറ്റേ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ടൗൺ ഹാളും ഇങ്ങനെയാണ്. ഇനി ഏത് സമയത്താണ് അദ്ദേഹം MP ആയിട്ട് പോവുകയും ചെയ്തു, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും 3.5 കോടി ഷാഫി തരാ പറഞ്ഞിട്ടാണ് നിങ്ങൾ പൊളിച്ചിട്ടത്. 3.5 കോടി തന്നിട്ടില്ല, മുഴുവനാക്കിയിട്ടില്ല, ഇനിയും ഫണ്ട് കിട്ടിയില്ല. ആ കോൺട്രാക്ടർ ഭാവം വല്ലാതെ വിഷമത്തിലിരിക്കുകയാണ്, മുഴുവൻ പൈസ കൊടുക്കാത്തതിൻ്റെ. സംസ്ഥാന സർക്കാരിന്റെ അങ്ങനെ ഫണ്ടൊന്നും ഇല്ല. MLA സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയും. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇത് പൊളിക്കാനും 3.5 കോടി അനുവദിച്ചു തന്നത്. അത് കഴിഞ്ഞപ്പോൾ സർക്കാർ മാറിയപ്പോൾ അവർ തരുന്നില്ല പറഞ്ഞിട്ട് MLA ഇപ്പോൾ അവരുടെ മണ്ടയ്ക്ക് ഇടുകയാണ്. അവർ 50% ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വിഹിതം തന്നെ 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ വല്ലാണ്ട് പിഴിയുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. വല്ലാത്ത പ്രയാസത്തിലാണ്. പരിപാടി ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല, അത്രയും അവസ്ഥയിലാണ്. അല്ല, വല്ലാത്ത ബുദ്ധിമുട്ട്. ഇവിടെ വെച്ച് നടത്തണ്ട, എന്തായാലും കണക്കേടാണ്. ഇലക്ഷന്റെ തിരക്കിലാണ്. സന്തോഷം, എന്തായാലും വിളിച്ചാൽ സന്തോഷം. ഇതൊക്കെ ആകെ അലമ്പാണ്. ആരുടെയും ഗാർഡും ഇതൊക്കെ എന്താ അവസ്ഥ? ഇതൊക്കെ എങ്ങനെ ശരിക്കും ഇവിടെ ക്ലോസ് ആണല്ലോ, എങ്ങനെ ഇതുവഴിയൊക്കെ കയറി പോവുക? ഇതെന്താ ഇതിന്റെ അവസ്ഥ? കോലം വല്ലാത്ത സ്ഥിതി തന്നെ. പാലക്കാട് നഗരസഭ പറഞ്ഞ കുറെ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് സ്ഥിരം ഇവിടെ ഓരോ പരിപാടികളും ഇതൊക്കെ നടന്നിരുന്നില്ലേ? അതെ അതെ, മുമ്പ് ഒരു ടൗൺ ഹാളിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായാലേ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് എത്ര ആയിരിക്കും പറയാൻ പറ്റില്ല അല്ലേ? ആരോട് പറയാൻ, എന്ത് ശരിയാവും? അയ്യോ, എന്താടാ അനിന്തമ്പ്യാർ വിളിക്കുന്നു. നമുക്കേ ജനസഭയ്ക്ക് അടുത്ത സ്ഥലം നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ചർച്ചയാക്കും. വളരെ രസകരമായി ട്രോളിയിട്ടാണ് അവരോട് പോയത്. ഓക്കെ, നമുക്ക് ഏതായാലും സമയം അവസാനിക്കാറാകും. നമുക്ക് കായിക വാർത്തകൾ കൂടി നോക്കാനുണ്ട്. കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം 2020-ൽ ഇന്ത്യക്ക് ജയം. 219 റൺസ് എടുത്ത ഇന്ത്യക്ക് മറുപടിയായി 208 റൺസ് നേടാൻ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചുള്ളൂ. തിലക് വർമ്മയുടെ സെഞ്ചുറിയുടെയും അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിലാണ് ഇന്ത്യ 219 റൺസ് എടുത്തത്. 56 പന്തുകളിൽ 107 റൺസ് എടുത്ത് തിലക് വർമ്മ പുറത്താകാതെ നിന്നു. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ് ഇപ്പോൾ. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.